Hello guys, welcome to Tamil Person Reaction. ஸோ இன்னைக்கு பார்த்தீங்கன்னா 2 மூவிஸ் உங்களுக்கு அட் அ டைம்ல வரும். நீங்கள் இந்த நோட்டிஃபிகேஷன் பார்த்து டிசைட் பண்ணுறீங்க திஸ் கைஸ் ஆர் பயாஸ்ட் அப்படின்னு. ஆமா. ஆனால் வந்து அதனால தான் ஆமாம் நாங்க சூஸ் பண்ணோம். ஆமாம். ஸோ அதனால தான் நான் இந்த படம் சூஸ் பண்ணியிருக்கோம். ஸோ அங்கே அந்த வீடியோ பாருங்கள். அங்க ஒரு பிக் மூவினா இங்க ஒரு பிக் மூவி. ஸோ நம்ம லாலிட் அண்ட் கிளாசிக் தான் பார்க்க போறோம். எஸ். ஸோ லாஸ்ட் டைம் கிளாசிக் பார்த்து அது ஓகே நல்லா இருந்துச்சு. ஸோ இந்த வாட்டி நினைக்கிறேன். ஆமாம் ஓகே. ஸோ இன்னைக்கு நம்ம பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா லாலிட் அண்ட் சித்ரம் அதாவது பிக்சர். ஸோ இந்த படத்தை யார் டைரக்ட் பண்ணியிருக்கா பார்த்தீங்கன்னா கல்யாணி பிரியதர்ஷன் அவங்க அப்பா பிரியதர்ஷன். ஸோ இதோட ரைட்டர் அவரே தான். ஸோ இந்த படத்தை வந்து யார் டைரக்ட் பண்ணியிருக்கா இந்த படத்தோட கேஸ்டிங் யார் அப்படின்னு பார்த்தீங்கன்னா மோகன்லால், ரஞ்சினி, லிசி, நெடுமுடி வேணு, பூர்ணம் விஸ்வநாதன். ஓகே. ஸோ இந்த படத்தை நம்ம ஆல்ரெடி ட்ரான்ஸ்லேட்ஸ் டு பிக்சர் அப்படின்னு அர்த்தம். ஸோ இட்ஸ் 1988 87 தான். இது இல்லை நாடோடி கட்டு 89 ஓகே. ஸோ இந்த படம் பார்த்தா இட்ஸ் இந்தியன் மலையாளம் லாங்குவேஜ். ஐயோ நமக்கு செட்டே ஆகாது. ஸ்க்ரூ பால் காமெடி ஃபிலிம். இது எப்படி ஒர்க் அவுட் ஆகும் பட் இட்ஸ் கிளாசிக். அதனால ஒரு நம்பிக்கை இருக்குது. லாலட் இருக்காரு, பிரியதர்ஷன் இருக்காரு. ஸோ அதனால நம்ம நம்பி போகலாம். ஸோ சித்ரம் ரியாக்ஷன் போகலாம். சென்னையா? ஆமாடா. அப்படி தெரியலடா. எந்த இடம்? அதோ பாருடா டெக்ஸ்ட் பாருங்க. ஓ இந்த இது ஜெமினி தான் நினைக்கிறேன். இதே வீடு தான் வந்து அது தாண்டி ஒரு வாட்ச் തീർന്നോ? அடிக்கொண்டா ஒரு நிமிஷம் ஃபுல்லா அடிக்கொண்டா அந்த கிளாக். எல்லாம் இது பண்ணிட்டு திரும்பி அதான் தான் வச்சிருக்காரு. You are out, uncle. ഇതെല്ലാം കൂടെ പെറുക്കി അവർ തോട്ടി കളയും. എന്റെ മോളെ വയസ്സുകാലത്തേക്ക് മനുഷ്യനെ സമാധാനമായിട്ട് ഉറങ്ങാൻ വിട്ടൂടെ? അങ്കിളുടെ ചെറുപ്പവും ചുറുചുറുക്കും നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഞാൻ ഈ രാത്രി മുഴുവൻ കുത്തിപ്പിടിച്ചിരുന്ന് ഇതെല്ലാം അലാറം കൊടുത്തു വെച്ച് കൊച്ചു എളുപ്പാങ്കാലത്തെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് മുഖം കഴിയിച്ച് പല്ല് തേപ്പിച്ച് ട്രാക്ക് സൂട്ടും ക്യാൻവാസും ഒക്കെ ഇടിപ്പിച്ച് കാലത്തെ ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്നത്. നാളല്ലല്ലോ ട്രാക്ക് സൂട്ട് ഇട്ടോണ്ട് ഉറങ്ങാൻ. എണീറ്റ് നിന്നേ. മണി 6 ഈ ഡാഡി എന്താ വിളിക്കാത്ത? അങ്ങേര് ഭാഗ്യവാൻ. മടിയൻ ഉറക്കം തൂങ്ങി. എന്താ വിളിക്കാത്ത? ഒന്നുകിൽ ഓടാം അല്ലെ കിടന്നുറങ്ങാം. അല്ലാണ്ട് നോക്കൂത്തിയെ പോലെ കോപ്പറായിട്ട് വേഷമൊക്കെ ഇട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുകയല്ല. പട്ടിയായാലും ജനിച്ച സമയം കൊള്ളാം. ഉറങ്ങടാ ഉറങ്ങ. ഓ വന്നിട്ട് വായിക്കാം. ആ ഹലോ യെസ് അതെ ഡാഡിയുടെ കല്യാണിക്കുട്ടി. എന്തെല്ലാം ഉണ്ടെന്നോ? ഡാഡിയുടെ ആത്മസുഹൃത്തെ ഡാഡി എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നില്ലേ? എന്റെ ഉറക്കം തൂങ്ങി അങ്കിൾ. അദ്ദേഹത്തിന്റെ തടിയൊന്ന് കുറപ്പിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. என்னடா இப்படி போட்டாங்க? അത് കഴിഞ്ഞാലോ? പോവല്ലേ നീ? ഞാനിങ്ങോട്ടും പോവൂല. ആരാ പറഞ്ഞത് പോവുന്ന്? നിന്റെ തന്ത. എന്തു പറഞ്ഞു? അങ്ങേര് അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിന്നെ കൂട്ടി മംഗല്യപ്പുഴയ്ക്ക് പോണൂന്ന്. മംഗല്യപ്പുഴേ? ആ നിന്റെ അച്ഛന്റെ നാട്. ആ ഓണം കേറാമൂല. അപ്പൊ എന്റെ ജോലി? കോടീശ്വരൻ രാമേന്ദ്ര മേനോന്റെ പുന്നാര മോള് കല്യാണിക്കുട്ടിക്ക് എന്തിനാ ജോലി? മക്കളും മരുമക്കളും തള്ളയും പിള്ളയും ഒന്നുമില്ലാത്ത രക്ഷപ്രഭു അഡ്വക്കേറ്റ് പുരുഷോത്തമ കൈമൾ എന്തിനാ അല്ലറ ചില്ലറ കേസുമായിട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നത്? എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം പോണ്ട്. ആ അതുപോലെ തന്നെയാ എനിക്കും. സ്വന്തമായിട്ട് 10 കാശുണ്ടാക്കുന്ന സുഖം ഡാഡിയുടെ കാശ് ചെലവാക്കിയാ കിട്ടില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ നിന്റെ താടി മംഗല്യപ്പുഴയിൽ കൊണ്ടുപോകും. അവിടുത്തെ ആദിവാസികൾ തമ്പുരാനല്ലയോ അങ്ങേര്. എന്നിട്ട് ദേ
പിന്നാടി ഏതെങ്കിലും ഒരു ആദിവാസി കോന്തനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ച് അവിടെ തമ്പടിപ്പിക്കും. എന്നെ ദ്രോഹിക്കുന്നതിന് ശിക്ഷയാണ്. ഞാൻ പോവില്ല. എന്താ പോയാല്? എന്ത് ചെയ്യാനാ അവിടെ പോയിട്ട്? എന്താ അവിടെ ഉള്ളത്? അവിടെ മംഗലം കാവുണ്ട്, മഞ്ചാടി കാടുണ്ട്, മംഗല്യ ദേവിയുണ്ട്, മംഗല്യ പുഴയുണ്ട്, പിന്നെ എന്റെ അമ്മാവ മാമ്പറത്തെ ഭാസ്കരൻ നമ്പ്യാരും ഉണ്ട്. ഓ തമ്പ്രാനുക്ക് വണക്കം ചൊല്ലുങ്ക. എന്നയ്യാ തമ്പ്രാനുക്ക് വണക്കം ചൊല്ലപ്പാ. ഇത്ര വാടി വണക്കം. ഒന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിക്കണം. അങ്കിൾ അവരില്ലേ, ഇവിടുത്തെ അങ്കിളാ. അങ്കിള് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ ഈ വടിയും കുന്തവും കൊണ്ട് നടക്കരുതെന്ന്. അല്ലേലും നീ വേണ്ടാത്തൊക്കെ ചെയ്യുള്ളൂ. അമ്മാമ്മയുടെ ഈ മുണ്ടും ചുബിട്ടോണ്ട് നടക്കുന്നതേ അങ്ങേരെങ്ങാനും അറിഞ്ഞാൽ. അമേരിക്കയിലിരിക്കുന്ന അമ്മാമ എങ്ങനെ അറിയാനാ? എന്തിന്? കല്യാണി അറിഞ്ഞാലും പോരെ പുകിലിന്. ആരും അറിയില്ല. അമ്മയായിട്ട് ആരെ അറിയിക്കാതിരുന്നാ മതി. ഈ വേഷത്തിന്റെ ഒക്കെ പുറത്താണ് ഈ വിവരം കെട്ട ജാതികള് എനിക്ക് അല്പം വില തരുന്നത്. അമ്മയായിട്ട് അതില്ലാതാക്കല്ലേ. അമ്മേ, ദേ അവര് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. ആരാ? ആ ദല്ലാളി കൃഷ്ണൻകുട്ടി നായര്. ചേട്ടൻ അനിയന്മാരെ രണ്ടുപേരുണ്ട്. നമുക്കിത് ഒരുമിച്ച് അങ്ങ് നടത്താം. ഈ കാണുന്നതൊക്കെ നമ്മുടെതാണെന്ന് നീ അങ്ങ് പറഞ്ഞേക്കണം കേട്ടാ. വാ. നമസ്കാരം. ഭാസ്കരൻ നമ്പ്യാരെന്ന് കേട്ടപ്പോ ഇത്ര ചെറുപ്പമാവുന്ന് ഊഹിച്ചില്ല. ഇരിക്കും. കുട്ടികളെയൊക്കെ കണ്ടു, ബോധ്യായി. നമ്മ പെണ്ണ പാത്ത എല്ലാവർക്കും പിടിക്കും. അല്ല ഇനിയിപ്പോ നിശ്ചയം നടത്തിക്കളയാ. അതെ, എങ്കിലും കാര്യങ്ങളൊക്കെ നമ്പ്യാരൂട്ടിയായിട്ടൊന്ന് നേരിട്ട് പറയണമല്ലോ. എന്തു കൊടുക്കാം, എന്തുണ്ട്? കൊടുക്കാൻ എന്താ? ഈ ഉള്ളതെല്ലാം ഞങ്ങളുടെയാണ്. മാമ്പുറത്തുകാരാണ് ഈ നാട്ടിലെ തമ്പുരാക്കന്മാർ എന്നറിയാലോ. ഇവിടുത്തെ കുറുമ്പന്മാരും കാടും വരെ ഞങ്ങളുടെ അധികാരത്തിലാണ്. കേട്ടിട്ടുണ്ട്. കബഡി വാരി വെച്ച് പണിക്കന്മാര് മുഴുവനും പറയും മാമ്പുറത്തെ മച്ചിൽ ഭഗവതി ഇരിക്കുന്നിടത്തോളം കാലം ഐശ്വര്യത്തിനു മറ്റൊന്നും വേണ്ടെന്ന്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. സാമൂതിരി കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാല് ഇവിടുത്തെ തമ്പുരാൻ, അതായത് ഇപ്പൊ ഞാൻ എന്നാലേ ദഹിപ്പിക്കൂ. ഇപ്പോഴത്തെ തമ്പുരാൻ അമേരിക്കയിലാണെന്ന് എന്റെ അമ്മാമ രാമചന്ദ്രൻ അദ്ദേഹം ഇങ്ങോട്ട് വരില്ല. അതെന്താ? അത് ഏട്ടനും ഏട്ടത്തിയും മോളും ഒരു മെയ്യായിട്ട് കഴിഞ്ഞതാണ്. അമേരിക്കയിലെ തടിക്കച്ചവടമൊക്കെ മതിയാക്കി ഇങ്ങോട്ട് വരാൻ പുറപ്പെട്ടതാ. അവിടെ വെച്ച് ഏട്ടത്തി മരിച്ചു. അവിടെ തന്നെ അടക്കവും നടത്തേണ്ടി വന്നു. ഏട്ടൻ മരിക്കുമ്പോ ഏട്ടത്തിന്റെ അടുത്ത് തന്നെ അടക്കണമെന്ന് മോഹം കൊണ്ടാ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തീരുമാനിച്ചത്. ഓഹോ, അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾ ഇറങ്ങുന്നു. ഗോവിന്ദ, രവി സാറിന് ടേബിളിൽ കൊടുത്തേക്ക്. ശരി സാർ. അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയാതിരുന്ന എങ്ങനെയാ? പറയണമെന്ന് ഞാൻ പലപ്പോഴും തീരുമാനിച്ചതാ. ധൈര്യം കിട്ടുന്നില്ല. എന്ന് പറഞ്ഞാ പറ്റുമോ? എനിക്കിനി നീട്ടിക്കൊണ്ടുപോകാൻ വയ്യ. എന്നെ വീട്ടിൽ അമ്മ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. പറ്റിയ നാളെ തന്നെ നടത്തണമെന്ന് അമ്മ പറയുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ കല്യാണം നിർത്തി പഴയ കഥകളിലെ പോലെ സ്വയംവരമാക്കിയിരുന്നെങ്കിലെന്ന്. ഒരു പൂമാലയുമായി വന്ന് കാര്യം കഴിഞ്ഞേനെ. കളി പറയേണ്ട നേരമല്ലത്. എനിക്കിനി ഒഴിവൊഴിവ് പറയാൻ പറ്റൂല. അങ്ങനെ വഴിക്ക് വാ. ഞാൻ എല്ലാം വിശദമായിട്ട് അവളോട് സംസാരിച്ചോളാം. അവളിങ്ങോട്ട് വന്നോട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കും. ഓക്കെ ഓക്കെ. അയ്യോ, ഡാഡി ആയിരുന്നു. സാരമില്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കും. എനിവേ, ഐ ഹാവ് ഗോട്ട് എ ഹാപ്പി ന്യൂസ് ഫോർ യു. നിന്റെ ഡാഡി നിന്നെ ആദിവാസി കൊണ്ട് കെട്ടിക്കുന്നില്ല. പകരം ഒരു അമേരിക്കക്കാരൻ കോന്തനെ കണ്ടുവച്ചിട്ടുണ്ട്. ബുഷ് എന്ന് മറ്റുമാണ് പേര്. ജോലി അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ആണ് പോലും. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഞാൻ കൂടുതൽ കിന്നരിക്കാനൊന്നും പോയില്ല. മോളുടെ കല്യാണം നിശ്ചയിച്ചെന്നും പറഞ്ഞുള്ള വെയിറ്റ് കണ്ടപ്പോ അങ്ങേര് അമേരിക്ക വിലക്ക് മേടിച്ചെന്ന് തോന്നുന്നു. നിന്നെ ഉടനെ അങ്ങോട്ട് അയക്കണം പറഞ്ഞിരിക്കുക. ആ പാസ്പോർട്ടിങ് എടുത്തു. കാര്യത്തിന് തുടങ്ങിയേക്കാം ഫോർമാലിറ്റീസ് ഒക്കെ. ഞാൻ എങ്ങും പോണില്ല. കളിക്കല്ലേ കൊച്ചേ, അവിടെ സദ്യയും പന്തലും വരെ ഒരുക്കി കഴിഞ്ഞു. എന്നോട് ചോദിച്ചിട്ടല്ലോ. ഞാൻ എങ്ങും പോണില്ല. നിക്ക് മോളെ, നിനക്ക് ഇവിടെ വിട്ടു പോകാനുള്ള വിഷമം എനിക്കറിയാം. സത്യം പറഞ്ഞാൽ നിന്നെ അയക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അങ്കിളിന് വേറെ ആരും ഇല്ലെന്ന് ഓർത്തത്. എന്റെ കൂട്ടും കുടുംബവും ഒക്കെ നീയല്ലേ. പക്ഷെ എന്തായാലും പോയല്ലേ പറ്റൂ. എന്നെക്കാളേറെ നിന്റെ മേൽ അധികാരവും അവകാശവും ഒക്കെ അച്ഛനല്ലേ കൂടുതലുള്ളത്. നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ പുള്ളിക്കാരൻ ലോണിലെ സർജറി. ഇപ്പൊ ഒറ്റയ്ക്കായപ്പോ മോള് കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണോ? എനിക്കുണ്ടാവില്ലേ ചില മോഹങ്ങളൊക്കെ. കുട്ടി എന്തായി പറയുന്നേ? എന്ത് മോഹങ്ങളൊക്കെ? പറയാൻ വൈകിയതിൽ ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഐ മീൻ ഐ ലവ് someone. I want to marry him. പക്ഷെ അണ്ണാ ഞാൻ പറയുന്നത് കേക്ക്. ഹലോ, ഡാഡിയാണ് നിന്നെ അറിയിക്കാൻ പറഞ്ഞത്. അറിയിക്കേണ്ട കടമയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്റെ മോള് ജനിച്ച ദിവസം മുതൽ അവൾ ആവശ്യപ്പെട്ടതൊന്നും ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. അത് സാധിച്ചു തരാൻ അവൾക്ക് മനസ്സില്ലെങ്കിൽ എന്റെ ഭാര്യയോടൊപ്പം എന്റെ മോളും മരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയാൻ പറഞ്ഞു.
ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അമ്മാമ ഇനി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണോ പറയുന്നത്? വരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങയുടെ സ്വത്തിലും പണത്തിലും ഒന്നും മകൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് തീർത്തു പറഞ്ഞു. പിടിവാശി കൂടെ പുറപ്പാണല്ലോ. അപ്പൊ എല്ലാ സ്വത്തും എനിക്ക്, അല്ല എല്ലാ സ്വത്തും ഞാൻ നോക്കണം എന്നാണോ? എന്താണ് ഇത്ര ചിരിക്കാൻ? ചിരിച്ചോ? എന്നെ ചിരിച്ചു. അങ്ങനെ ഓരോന്നോർത്ത് എങ്ങനെയാ ചിരിക്കാതിരിക്കുക? ഏതായാലും ഞാൻ കല്യാണിയെ വിളിച്ച് ഒന്ന് ഉപദേശിച്ചു കളയാം. അച്ഛനും മകളും തമ്മിൽ തെറ്റാൻ പാടില്ലല്ലോ. ഓക്കെ, കാണാം. ഒന്ന് തമ്മിൽ കാണാം എന്ന് കരുതി മാത്രം വന്നതാണ്. ഞാൻ വകയില് ഇവളുടെ ഒരു അമ്മാവനാണ്. കണ്ടു, ഇഷ്ടായി, സന്തോഷായി. എന്നാ ഞാനകത്തേക്ക്. ഓക്കെ 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 നല്ല അസല് പയ്യൻ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച. പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വിവാഹ കാര്യങ്ങളിൽ തന്തയും തള്ളയും ഇടപെടുന്നതിനോട് എനിക്ക് യാതൊരു അഭിപ്രായവുമില്ല. നീ ആരുടെ കൂടെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതിൽ അമ്മാമയ്ക്ക് ഒരു ഇഞ്ച് പോലും കൈകടത്താൻ അവകാശമില്ല. അമ്മാമയുടെ പണത്തിന് നിന്റെ സ്നേഹം വിലക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് നീ തെളിയിക്കണം. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വരട്ടെ. വെറുതെ മരം വെട്ടിക്കോന്ന് പറഞ്ഞിട്ട് വെട്ടാൻ ചെല്ലുമ്പോ ഈ ജാതി കാട്ടുപന്നികൾ എന്നെ വെട്ടാൻ വരരുത്. മുരുക പറഞ്ഞു കൊടുക്കടാ. தம்பரம் தான் இனிமே நம்ம தம்பரம். நீங்க காட்டுக்குள்ள என்ன பண்ணாலும் எங்க மூப்பன் கேட்க மாட்டான். അപ്പൊ ഞാൻ അടുത്ത ആഴ്ച വെട്ടുകാരെ ഇറക്കാം. ധൈര്യമായിട്ട് ഇറക്കണം. ഞാൻ വെട്ടും. വെട്ടണം. പിടിച്ചോ. கோம்பரா எனக்கு பழனி போய் முடி முறிக்கிறதுக்கு காசு. രവിയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനെന്താ പറയേണ്ടത്? അല്ല, നിങ്ങൾ തന്നെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അത് നടത്തി തരേണ്ട ചുമതല മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ആരെയും ബോധിപ്പിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രജിസ്റ്റർ മാനേജിന്റെ ആവശ്യമേ ഉള്ളെന്ന് തോന്നുന്നു. നാളെ ഒരു നല്ല മുഹൂർത്തം 10-നും 10:30 ഇടയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ ഞങ്ങൾ എത്തിക്കോളാം. രവി അവിടെ വന്നാ മതി. എന്താ? ഞാൻ എത്തിക്കോളാം. മുഹൂർത്തം മുടിഞ്ഞു പോയി. ഇന്ന് ആളെ കാണുമേ. മുഹൂർത്തം മുടിച്ചാലും പറവായില്ലേ, இந்த ചടങ്ങ് നടത്താൻ പോതും. വഴിയിലെങ്ങാനും വഴി എന്താണ്? யாருங்க புருஷோத்தம் கைமல்? രവീന്ദ്രൻ സാറ് ഉങ്ക കയ്യില കൊടുക്ക சொன்னாங்க. സ്വത്തും പണമൊന്നും ഇല്ലാത്ത ഒരു അനാഥ പെണ്ണിനെ എനിക്ക് ആവശ്യമില്ല. സോറി. എന്താ? നിന്റെ ഡാഡി വരുന്നു. അവസാനം തീരുമാനിച്ചു, ഞാൻ വരുന്നു. എന്റെ വികാരങ്ങളെ മാറ്റിയിരുത്തി ആലോചിച്ചപ്പോൾ എനിക്കാണ് തെറ്റുപറ്റിയത്. അവളെ വേദനിപ്പിച്ചതിന് എനിക്ക് മാപ്പ് ചോദിക്കണം. 2 ആഴ്ചത്തെ ഒരു ഒഴിവുകാലം, മൈ ലാസ്റ്റ് ഹോളിഡേ ഇൻ മൈ ലൈഫ്. എന്റെ മകളും അവൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച മരുമകനും ഒപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ 14 ദിവസങ്ങൾക്ക് വേണ്ടി ഞാൻ വരുന്നു. അടുത്ത ഞായറാഴ്ച. അങ്കിൾ, ടേസ്റ്റഡ് കത്ത് കണ്ടപ്പോ ഞാനങ്ങ് വിയർത്തുപോയി. ഒരു സിവിയർ അറ്റാക്ക് കഴിഞ്ഞതല്ലേ പുള്ളിക്കാരന്. ഏതായാലും ആള് ഗെത്തുന്നുണ്ടല്ലോ. എന്താ അങ്കിൾ ഈ പറയുന്നത്? എന്നോട് മാപ്പ് ചോദിക്കാൻ ഡാഡി വരുമ്പോ ഞാൻ എന്ത് പറയും? തിരിച്ച് അങ്ങോട്ട് ഒരു മാപ്പൊക്കെ പറഞ്ഞേക്കണം. അത്ര ഈസി ആയിട്ട് ഡാഡി അത് എടുക്കുന്നാണോ കരുതുന്നത്? ചിലപ്പോ ഒരു ഡിപ്രഷനും ഷോക്കും ഒക്കെ ഉണ്ടായെന്ന് വരും. ചിലപ്പോ അതോടെ ആള് തട്ടിപ്പോയെന്നും വരും. അങ്കിൾ, യു ആർ ക്രൂവൽ. I can't face him. I would rather commit suicide. കല്യാണി, ഞാനിത് ചെയ്യും. എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് ഡാഡിയെ ഫേസ് ചെയ്യാൻ വയ്യ. നിന്റെ പ്രോബ്ലംസ് എനിക്ക് മനസ്സിലാവും. നീ എന്ത് പറയും? അവസാനത്തെ ഒഴിവുകാലം നിങ്ങളോടൊത്ത് കഴിയാൻ വരുന്ന അണ്ണന് ഈ ഷോക്ക് സഹിക്കാനുള്ള ശക്തി ഉണ്ടാവുമോ? മോളെ, ഈ 14 ദിവസത്തെ സന്തോഷം മാത്രമാണ് ജീവിതത്തിൽ നിനക്ക് നിന്റെ അച്ഛന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. എന്റെ ഡാഡി മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. അഭിനയിക്കുക. ഭർത്താവായിട്ട് കൂടെ അഭിനയിക്കാൻ ഒരാളെ കണ്ടുപിടിക്കുക. ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിഞ്ഞവരാ ഞങ്ങൾ. ഒരുപാട് കടപ്പാടുകൾ എനിക്ക് ആ മനുഷ്യനോടുണ്ട്. നിനക്ക് ഈ ഗതികേട് വന്നതിന്റെ ഉത്തരവാദി ഞാനല്ലേ എന്ന് നിന്റെ ഡാഡി എന്നോട് ചോദിച്ചാൽ പോലും എനിക്ക് ഉത്തരവില്ല. കാരണം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയത് നിനക്കറിയാലോ. നിന്റെ അച്ഛൻ വളരെ സെൻസിറ്റീവും സെന്റിമെന്റലുമാണ്. അമേരിക്കയിൽ കിടന്ന് തന്നെ മരിക്കണം, ഭാര്യയുടെ ശവകുടീരത്തിനടുത്ത് തന്നെ അടക്കം ചെയ്യപ്പെടണം എന്നൊക്കെ സ്വപ്നം കണ്ടോണ്ടല്ലേ അണ്ണൻ അവിടെ തന്നെ കൂടിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാധുവിനെ നമ്മൾ വേദനിപ്പിക്കണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാം മംഗളമായി നടക്കുന്നു എന്ന് വിശ്വസിച്ച് അണ്ണൻ സന്തോഷമായി തിരിച്ചു പോയിക്കോട്ടെ. അതിനുവേണ്ടി നമ്മൾ അല്പം നാടകം കളിക്കുന്നത് കൊണ്ടോ കള്ളം പറയുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. 2 വഴിയേ നിന്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ നീ ഡാഡിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുക. ഇല്ല, ഞാൻ വിവാഹം കഴിക്കില്ല. ഐ ഹേറ്റ് മെൻ. എന്നാൽ ഒരു 14 ദിവസം ഡാഡിയുടെ മുമ്പിൽ മറ്റൊരാളെ ഭർത്താവായി അഭിനയിപ്പിക്കുക. ഇതിലേതെങ്കിലും ഒന്നിന് തയ്യാറായേ പറ്റൂ. അയ്യോ, My brother drinking water. I know swimming. Scam. എന്താണ് സായിപ്പ് ഇത്? മര്യാദയ്ക്ക് കുളിക്കാനും സമ്മതിക്കല്ലേ? Where's the son of a bitch? He stole my clothes. My God, what should I do? Hello, sir. What happened actually?
யோசிச்சு அவர் ஜெட்டியோட வண்டி ஃபாரின் கல்ச்சர் போல பாண்டிச்சேரி போயிட்டு ஸ்ட்ரிக்டா அதுதான் நெடுமுடி வேணும். உன் பேர் என்ன? ഈശ്വരാ டேவிட். സായിപ്പ நீ ராவா டிராவல். പോലീസ് സ്റ്റേഷനിൽ കിടക്കാൻ എന്തിനെ പിടിച്ചു പറയടത്തേന് പിടിച്ചു പറയാ ആര് എന്തായി പറയുന്നത്? നീ അല്ലടാ സാഹിബിന് തുണി മണം മുട്ടിച്ചത്. തുണിയും പണവും മോഷ്ടിച്ചോ? പോക്കർത്തനം പറയരുത്. നാളെ ഇല്ലാത്ത എച്ചി സായിപ്പ്. എന്തായാലും നീ മോട്ടിച്ചില്ലേ? അല്ല എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാ. സാറിന് എന്താ ഇത്ര ദണ്ണം? സായിപ്പ് സാറിന് അളിയനെ മറ്റാണോ? നീ കാണിച്ച പോക്കരുത്തതിന് തല്ലുകൊണ്ടത് എനിക്കാ. എന്തിനാ തല്ലാൻ ഭാഗത്തിൽ ചെവിടും കൊണ്ട് സായിപ്പിന് മുമ്പ് ചെന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെട്ടാൽ ഇനി അടി കിട്ടും. അത്ര ദണ്ണം ഉണ്ടെങ്കിൽ ദാണ്ടെ സായിപ്പിനെ കൊണ്ട് ചെന്ന് കൊടുത്താട്ടെ. நான் அந்த மாதிரி வரான்டா அவன். ഈ അണ്ണൻ എവിടെ പോയി? അല്ല അങ്ങനെ പോയാലോ? പോയി നോക്കട്ടെ ശരിയാവുമെന്ന്. അവിടെ നിൽക്കണ കള്ള. എന്താ വിളിച്ചേ? കള്ളാന്ന്. അതെ കള്ളം തന്നെ. മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. സാറിന്റെ പൈസ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചു വായിക്കും. ഒരു പിന്നെ ഇല്ല. അതെ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ. ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം. ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ. ഇതൊന്നും പറയാൻ പറ്റൂലെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടോ. നിങ്ങളെ താൻ എന്ത് ചെയ്യും? താൻ 10,000 രൂപ മോട്ടിക്കാൻ നടക്കുന്ന കള്ളനാണെന്ന് ഞാൻ പോലീസ് റിപ്പോർട്ട് ചെയ്യും. ഇയാൾ ഇത് എവിടുന്ന് വരുന്നു? ഏതെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് നടക്കൂ. ഞാൻ 10,000 രൂപ മോഷ്ടിക്കാൻ നടക്കാണെന്ന് പോലീസുകാർ തനിക്ക് വട്ടാണെന്ന് പറയും. അപ്പൊ താൻ കള്ളനല്ലെന്നാണോ പറയുന്നത്? ഞാൻ കള്ളനാവോ അല്ലാതിരിക്കുകയും എനിക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? അപ്പോ 10,000 രൂപയ്ക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമോ? എന്തും ചെയ്യുമെന്ന് ചോദിച്ചാ മാന്യമായ എന്തും. മോഷണം മാന്യമായ പണിയാണോ? മിനക്കെടുത്താ ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കാര്യം പറയാം, എല്ലാത്തിനും രൂപ ഞാൻ തരാം. തരുമോ? 10,000 രൂപ ഇയാൾ എന്തിനാ എനിക്ക് ചുമ്മാ ഇരുന്നത്? ചുമ്മാ തലക്ക് അല്പം വട്ടമുള്ളതുകൊണ്ട്. അത് ശരി. അപ്പൊ അറിയാല്ലേ? ഞാൻ വിചാരിച്ചു എടോ പണിയുണ്ടെന്ന്. എന്ത് പണി? തനിക്ക് അഭിനയിക്കാൻ നാളെ മുതല് ഒരു 15 ദിവസം ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിട്ട് താൻ അഭിനയിക്കണം. നാടകത്തില്? അല്ല, ജീവിതത്തില്. സത്യമായിട്ടും ഇയാൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എടോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ദിവസം 1000 രൂപ വെച്ച് തരും 15 ദിവസം. എടോ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും കൂടുതൽ പണം കിട്ടുന്ന ഒരു തൊഴില് തനിക്ക് വേറെ എവിടെ കിട്ടും? ഭർത്താവായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഒരുമാതിരി ബോറൻ പണിയാ. പിന്നെ ഇയാളുടെ പറച്ചില് കേട്ടിട്ട് നേരെ ചൊവ്വയുള്ള പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം താനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കോ? തന്നോട് ഞാൻ കാര്യങ്ങൾ വിസ്തരിച്ച് പറയാം. എന്നിട്ട് തനിക്ക് സമ്മതമാണെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി. എന്താ ഇങ്ങോട്ട് മാറിയുന്നേ? ഇങ്ങോട്ട് മാറിയിക്കേ. നേരെ നിക്കേ. பிக்சர் நம்ம அப்போ போட்டோ எடுப்போம்ல. അയ്യേ ഇവനാണോ? എന്നെ കൊണ്ട് വയ്യ. ഒരു കാര്യം പറഞ്ഞേക്കാം, അവൻ ഇവൻ എന്നൊക്കെ വിളിക്കാൻ എന്നെ ഈ വീട്ടിൽ വേലയ്ക്ക് കൊണ്ടുവന്നൊന്നുമല്ല. പിന്നെ താൻ എന്നെ പെണ്ണ് കാണാൻ വന്നാണോ? നിന്നെയൊക്കെ കാണുന്നതിന് പെണ്ണ് കാണലല്ല പറയേണ്ടത്, ആണ് കാണലെന്നാ. പെണ്ണിന്റെ ഒരു ലക്ഷണമില്ലല്ലോ. ഇയാളോട് ഇറങ്ങി പോകാൻ പറ. പറയൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ സാധനത്തിനെ മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ചുമ്മാ അവൻ കളഞ്ഞിട്ട് പോയത്. ഞാൻ പോവാ. അവിടെ നിൽക്കേ. ഇങ്ങനെയൊക്കെ ഉണ്ടാവും തന്നോട് നേരത്തെ പറഞ്ഞല്ലേ. ഇങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞു ഏത് പറഞ്ഞാൽ ഇതിനൊക്കെ ചേർത്ത് ആ ദിവസം 1000 രൂപ കൈ തരുന്നത്. തന്നോട് എനിക്ക് പറയട്ടെ. ഞാൻ ഇരുന്നോളാം. ഇരിക്കേ. ഇരിക്കേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കഷ്ടപ്പെടാവുന്നതിന്റെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ഒരു സാധനം നീ ആയിട്ടത് ഇല്ലാതാക്കരുത്. കുറച്ച് മണിക്കൂടെ കഴിഞ്ഞാൽ അണ്ണൻ ഇങ്ങ് വരും. നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 2 ആഴ്ച. അയാളെ കണ്ട ഡാഡി വിശ്വസിക്കോ? അത് ഞാൻ ഈ കോലമൊക്കെ മാറ്റി അവരെ കുട്ടപ്പനാക്കി എടുക്കൂലേ. ഓക്കെ. அரவிந்த் சாமி அப்பா வந்து വിഷ്ണു. നൈസ് ടു മീറ്റ് യു. നമുക്ക് നീങ്ങാണ്. ലഗേജ് വരക്കടോ. പിന്നെ ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്. നമ്മൾ ഇന്ന് തന്നെ മംഗല്യപ്പുഴയിലേക്ക് അവിടെ ആവട്ടെ എന്റെ വെക്കേഷൻ. കം ഓൺ. போயிட்டாங்க சனி இது அவங்க போயிட்டாங்களா? சென்னையில தானே மீட் பண்ணாரு. சென்னையில மணி பண்ணுவாரா? அதனால சொல்றேன். வெள்ளக்காரன் வந்தான்ல. இதுவரை தம்பரா வந்தாச்சு. தம்பரா வந்தாச்சு. அம்மாமையா? ஆமா தம்பரான்னு தம்பரா பொண்ணு மாப்பிள்ளை சேர்ந்து போட்டு டக்குனு வீட்டுக்குள்ள வந்து சென்னைக்கு வந்துட்டாரு. அதுதான் அப்படியான இந்த காரியம் തമ്പ്രാൻ കേട്ടി சொல்றேன். വേണ്ട അമ്മാമ്മയോട് ഒന്നും പറയണ്ട. ഞാൻ കാര്യങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതിന് ശേഷം വന്ന് പറയാം. சரி அப்படியாகட்டும். അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? என்னடா ஒரு பார்டரா?
മേற்கு தொடர்ச்சி மலைன்னு நினைக்கிறேன். നിക്ക് 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 നിക്ക്. എവിടെ ഭർത്താവ് എവിടെ? ഭർത്താവ് എവിടെ? ആരുടെ ഭർത്താവ്? ഇവളുടെ ഭർത്താവ് എവിടെ? ഭർത്താവ് ദേ നിൽക്കുന്നു. ഇത് ഇത് ഇവളുടെ ഭർത്താവോ? എന്താണോ വെട്ടിച്ചിരിച്ചിരിക്കുന്നത്? നിർത്തടാ. നിനക്കെന്താ ഇവിടെ കാര്യം? പോടാ വെളിയില്. അമ്മാമേ, ഇതിലെന്തോ കുനിഷ്ടുണ്ടെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇവള് കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്കറിയാം. അവനല്ല ഇവൻ, ഇവനല്ല അവൻ. ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. താൻ എന്താണോ ഈ പറയുന്നത്? അമ്മാമയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അണ്ണാ, കല്യാണം കഴിപ്പിച്ച എന്നെക്കാളും കല്യാണം കഴിച്ച ഇവളെക്കാളും നിശ്ചയം എവനാ. അയ്യോ, മനുഷ്യന്മാർ ഇങ്ങനെ നുണ പറയോ? അന്ന് നീയല്ലേ എനിക്ക് മറ്റവനെ പരിചയപ്പെടുത്തി തന്നത്? ആരെ പരിചയപ്പെടുത്തി? നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. അവള് പറയട്ടെ. അണ്ണാ, അവള് പറയട്ടെ. നീ ആരെങ്കിലും ഇവനെ പരിചയപ്പെടുത്തിയോ? കണ്ടോ അണ്ണാ, മനുഷ്യൻ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായാലും ഇപ്പൊ എന്താ തലയ്ക്ക് ഇപ്പൊ എന്താ വേണ്ട? ഇത് ഞാൻ തെളിയിക്കും. പൂ പോലെ പുഷ്പം പോലെ ഞാൻ തെളിയിക്കും. അമ്മാമേ, ഞാൻ ഷട്ടപ്പ് ഫൂൾ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരടാ, വിട്ടിന്നാ. മനസ്സിലായോ? നിങ്ങൾ പോയി വിശ്രമി. ആ ചെല്ലു. കൈമളെ, ഞാനും ഒന്ന് കുളിച്ച് റെഡിയാവാം. കൈമളെ, സത്യം പറയണം, ഇതിലെന്തോ ചുറ്റിക്കളിയില്ലേ? അവൻ കള്ള ഭർത്താവല്ലേ? അമ്മാമയെ പറ്റിക്കാനും എന്റെ തമ്പുരാൻ പതിവ് തെറിപ്പിക്കാനുള്ള തന്റെ വേലയല്ലേ ഇതെല്ലാം? സത്യം പറയണം. സത്യം പറയണോ? ആ, പറയണം. വേണോ? കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിക്കോ? തെളിയിച്ചോ? ഇത് ഞാൻ തെളിയിക്കും. തമ്പുരാൻ ആവേണ്ടത് എന്റെ ആവശ്യമായി പോയില്ലേ? വിളക്ക്. നല്ല രുചിയുണ്ടല്ലേ? കുറച്ച് വേണം. സത്യം പറയാമല്ലോ കൈമളെ, എനിക്ക് സന്തോഷായി. എന്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രായശ്ചിത്താണ് ഞാൻ ചെയ്യേണ്ടത്? അണ്ണനൊന്നും ചെയ്യണ്ട. അണ്ണന്റെ ഈ ലാസ്റ്റ് ഹോളിഡേസ് ഒന്ന് കൊഴിപ്പിച്ച് ആഘോഷമാക്കി അണ്ണനെ തിരിച്ചയക്കുക. അതാ ഞങ്ങൾ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ പോയി കിടന്നോളൂ. എന്നാ പിന്നെ ഞാനും ഒന്ന് ചെയ്യട്ടെ. காசு ആഘോഷവും ഒക്കെ നാളെ அன்னைக்கு காசு வரணும்ல. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, എനിക്കിഷ്ടായി മോളെ, വളരെ ഇഷ്ടായി. അന്തസ്സും ആഭിജാത്യവും സൗന്ദര്യവുമുള്ള ഒരു മരുമോനെ തന്നെയാ മോളെ എനിക്ക് തന്നത്. தெரிஞ்சு செத்துருவாரு. മോളെ ഡാഡി ഒരുപാട് വേദനിപ്പിച്ചു. ഡാഡിയോട് ക്ഷമിക്കണം. അയ്യേ, കല്യാണം കഴിഞ്ഞെങ്കിലും നീ ഇപ്പോഴും എന്റെ കൊച്ചു കല്യാണിക്കുട്ടി തന്നെ അല്ലേ? 1000 ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, ഞാനൊന്ന് എണ്ണി നോക്കണം. ആ, 9 അല്ലേ ഉള്ളൂ. ആദ്യം എണ്ണാൻ പഠിക്കും. എന്നാ ഇത് വേണ്ട. എന്താ ഇതില് ഒരു ഓട്ട. ഇത് ഞാനിവിടെ അടിക്കുന്നൊന്നും അല്ല. ചിലപ്പോ ഓട്ടയെ കാണും. ചെല്ല്. ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിച്ചാ മതി. ഈ നക്കാപ്പിച്ച ഇടപാടിന് പോകാതെ ഒരു 5000-ഓ ഓ. ഒരു 10,000-ഓ ഒരുമിച്ച് ഇങ്ങോട്ട് തന്നാൽ ഞാൻ എപ്പോഴും കാശ് എന്ന് പറഞ്ഞുകൊണ്ട് കൈമൾ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. തൽക്കാലം ചെല്ലേ. ഞാൻ പോയിക്കോളാം. ഞാൻ പറയുന്നത് ഒരു 5000-ഓ 10,000 ഒരുമിച്ച് തന്നാലേ. മുങ്ങാൻ സൗകര്യമാണ്. അയ്യേ, ഞാൻ പറയാൻ മനസ്സിലായില്ലേ? ഒരു 5,000-ഓ 10,000-ഓ ഒരുമിച്ച് തന്നാലേ ഞാൻ അങ്ങോട്ട് അല്ല ഞാൻ അത്രയ്ക്ക് സുഖമൊന്നും വേണ്ട. അങ്ങനെ ഇപ്പം പന്നി കാലമാടാ പൊടി കുഴങ്ങി പന്നി പന്നി നിന്റെ അമ്മൂമ്മ. കഴുത കൊരനെ തെണ്ടി. ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ തലക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവത്തതുമായ ബോധം അമ്മാമയെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇവിടെ നടക്കുന്നത്. ഏതോ ഒരു തെണ്ടിയെ പിടിച്ച് ഭർത്താവാക്കിയിരിക്കുകയാണ് അവള്. പിന്നെ ആർക്കാ നഷ്ടം? എന്ന് വിളിച്ചിരുന്ന വിവരം കെട്ട കുടുംബന്മാര് ഇനി എന്നെ മൈൻഡ് ചെയ്യോ? ഈ കിളവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ കോവിലകത്തെ ആൾക്കാരുമായി നമ്മൾ കല്യാണത്തിനേറ്റത്. അവരോട് ഇനി എന്ത് പറയും? അതിന് നമ്മൾ എന്താ ചെയ്യാ? അദ്ദേഹം നമ്മളെ വീട് മാത്രം നോക്കാനല്ലേ ഏൽപ്പിച്ചേക്കുന്നത്? വീട് നോക്കാൻ ഞാനെന്താ അയാളുടെ പട്ടിയോ? അമ്മേ, അവര് ഭാര്യ ഭർത്താവൊന്നുമല്ല. അവിടെ ഭയങ്കര വഴക്കാ. അയാള് കട്ടിലും കല്യാണം നിലത്തോ കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഈ കള്ളരെങ്ങാനും അടുത്ത ഇവിടുത്തെ തമ്പുരാനായാൽ എന്റെ അമ്മേ, എനിക്കത് ആലോചിക്കാൻ വയ്യുന്നു. നീ ആലോചിക്കണ്ട. ஆச்சுனா தானே இவருக்கு வரும். ഞാനൊന്ന് ஆச்சு தானடா வந்து உட்காந்துருக்காங்க. எனக்கு அவரு கூட கல்யாணம் ஆயிடுச்சுன்னு. ஓகே, ஆச்சுனா தானே இவருக்கு சொத்து வரும். கொடுக்க அவங்க அப்பா கொடுக்க மாட்டேன்னு சொன்னாரு. அவரு தான் அதுக்கப்புறம் இது மனசு ஒத்துக்கினாரு. ആഴ്ചന്റെ வேணுட்டே பண்ணுறாரா? எதுக்கு காசு வருதுல. എന്റെ അമ്മേ, അയ്യോ, ഇത് ഞാനാ. കുടിക്കാൻ എന്തെങ്കിലും വേണം? മൊണ്ണാൻ കട്ട. വേണ്ട. ആരാവിടെ? ഇത് ഞാനല്ല.
മുരുക കോമ്പ്ര എനിക്ക് പ്രാന്ത് പിടിക്കുന്നടാ. ആ എരപ്പയല്ല അവളുടെ ഭർത്താവ് എന്ന് തെളിയിക്കാൻ എന്താണ്ടാ ഒരു വഴി? വഴി ചൊല്ലിപ്പെടുത്താല് തമ്പ്ര എനിക്ക് പറഞ്ഞു പോയി മുടി മുറിക്കാനൊക്കെ കാശ് തരുമാ. വഴി കൊള്ളാമെങ്കിൽ മുടിയല്ല തല വെട്ടാനുള്ള കാശ് ഞാൻ തരാം. നാഗരാജാവാണ് സത്യം. அவங்க இது உண்மை சொல்லும் போது இவர் தான் இதுவா இருப்பாரு. தம்புரான் கிட்ட போட்டம் பிடிக்கிற என்ஜின் இருக்கா? ക്യാമറയാ அப்படின்னாலு രാത്രി அவங்க வெவ்வேற படுக்கிற இல்லையா, அதோட ஒரு போட்டம் பிடிச்சு ഓട്ടം പിടിച്ച് பெரிய தம்புரானை காட்டு. எப்படி വിധി ഐഡിയ ഒരളവുക്ക് പറവായില്ല. மூப்ப வந்திருக்கு. വിഷ്ണു, ദാ ഈ തായത്ത് കണ്ടോ? ഇവരുടെ തമ്പുരാനാക്കി എനിക്ക് ഇവരെ കെട്ടി തന്നിരിക്കുന്ന തായത്താണ്. അതായത് അണ്ണന്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു പദവിയാണത്. അതുകൊണ്ട് ഈ തറവാട്ടിൽ വിവാഹം നടന്നാൽ ഇവരുടെ ആചാരപ്രകാരം ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ട്. ചെയ്തോളൂ മൂപ്പ. தம்புரா நாகராஜா, இந்த பொண்ணு மேல இருக்கிற பேயெல்லாம் இதை ஒரே அடியால தீர்த்திரு நாகராஜா. நீங்க உங்க வேலையை இந்த வடியாலே ஒரு அடி மொல்லமா அடிச்ச போதும். எப்படி மொல்லமா? അയ്യോ ഇത് മൊല്ലമ്മ അടിച്ച ഇത് പോവാതെ കൈനീട്ട് കൈനീട്ട്. കൈ നീട്ട്. கொஞ்ச நேரம் சும்மா தெரியுமா? പോതുമാ போதும். என்ன ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കോ തൊഴിക്കോ? காசு வேணுமா வேணாம் அவருக்கு? அழிக்கக்கூடாது. வைகுந்தேரம் நம்ம கோயிலுக்கு வந்து தான் அழிக்கணும். வைகுந்தேரம் கோயில பாப்போம். ஒரே தம்புரா அவங்களுக்கு சான்ஸ் வரும் நினைக்கிறேன். അതെ നമ്മൾ എത്ര മണിക്ക് അവിടെ പോകേണ്ടത്? 6 മണിക്ക്. ഇപ്പൊ പണി എത്ര? 3. അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ടൈം ഉണ്ടല്ലേ? നമ്മളൊരു സ്ഥലത്ത് പറഞ്ഞ കറക്റ്റ് ആയിട്ട് പോയില്ലോ. അഴിക്കാൻ പാടില്ല നേരെ പറഞ്ഞു കേട്ടില്ലേ? അഴിക്കണ്ട, കൊണ്ടുപോ. എവിടെ കിടന്ന് ഓടുന്ന? ശല്യമായി. അല്ല പിന്നെ അവിടുത്തെ ഈ പിന്നെ ദേവി ഏതാ അവിടെ ക്ഷേത്രത്തിലെ ദേവി? ദേവി പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാ അല്ല പിന്നെ പിന്നെ ഒരു ഒരു കാര്യം. അതെ ഈ ദേവി വളരെ ശക്തിയുള്ളതാണോ? ആണെങ്കിൽ തനിക്കിപ്പോ എന്താ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ടായേ, ഭക്തി ഉള്ളത് കൊണ്ട് ചോദിച്ചു പോയതാണ്. எங்களுக்கு நீங்க கல்யாணம் കഴിച്ച மாதிரி. കയ്യിൽ വെച്ച ഇത് പൊള്ളൂലേ? താഴെ വീണ് എഴുന്നേറ്റ് അവിടെ നിന്ന് കളയാമല്ലോ. എനിക്ക് വയ്യ. மதி 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 മതി മോളെ മതി. நிர்பந்தம் பிடிக்க கூடாது. இந்த அம்மா எழுந்ததுக்கு அப்புறம் தான் கிளப்பணும். അയ്യോ എനിക്ക് എനിക്ക് മതി. இருந்துச்சுடா. தேவையா? മനോഹരം சீன் நல்லா இது பண்ணிருக்காரு. சிம்பிள் இது கான்செப்ட் தான். அடுத்தடுத்த சீன்ல இதுவா നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അണ്ണന്റെ സ്വന്തം മകളും ഭർത്താവും അല്ലേ ഈ മുറി കിടന്ന് ഉറങ്ങുന്നത്? താനിക്കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ യഥാർത്ഥത്തിൽ സംഭവിച്ചു. ഒരു അക്ഷരം മിണ്ടരുത്. ഇറങ്ങടാ വെളിയിൽ. ഇറങ്ങാൻ മേലില് ഈ വീട്ടിൽ നിന്നെ കണ്ടുപോകരുത്. ഇവിടെ എല്ലാം കാപ്പിത്തോട്ടങ്ങളായി. എന്താ അവിടെ? இவள் இனிமே தப்பு பண்ண மாட்டா. மன்னிச்சிடுங்க நாகராஜா. ആദിവാസികളുടെ ഒരു தெற்று ആര് ചെയ്താലും പ്രായശ്ചിത്തമായി ഇവിടെ വന്ന് തല കൊണ്ട് 10 പ്രാവശ്യം മണിയടിക്കും. അത് കേട്ട് നാഗരാജാവ് വന്ന് മാപ്പ് കൊടുക്കും. വിഷ്ണു, എന്താ വിഷ്ണുവിന്റെ മുഖത്തൊരു വിഷാദം? എനിക്ക് നാട്ടിലൊന്ന് പോണമായിരുന്നു. എന്റെ ഒരേ ഒരു അമ്മാവന്റെ ഒരേ ഒരു മകളുടെ വിവാഹമാണ്. നാട്ടിൽ നിന്ന് കത്ത് വന്നു. ഒരു 15,000 രൂപ വേണം. നാട്ടിൽ ചെന്ന ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കാം. 15,000 രൂപയ്ക്ക് വേണ്ടി നാട്ടിൽ പോണമെന്നില്ല. ഞാൻ തരാം. Don't be silly. Come on. என்ன சொன்ன? அம்மாவோட ஒரே ஒரு அம்மாவோட ஒரே ஒரு தம்பியோட பொண்ணு கல்யாணம். 20,000 ഇരുന്നോട്ടെ. അവർക്ക് വേറെ വല്ല അത്യാവശ്യമുണ്ടെങ്കിലോ? ഒരു കല്യാണ വീടല്ലേ, പല ചെലവും ഉണ്ടാവും. 15,000 മതിയെന്നാ പറഞ്ഞത്. പക്ഷെ നമുക്കൊരു 20,000 അയക്കാം. അങ്കിളിന് വേണമെങ്കിൽ ഞാൻ എന്റെ ചെക്ക്. ഞാൻ തരുന്നത് നിന്റെ പണമാണ് മോനെ. അല്ല ഞാൻ നമുക്കിടയിൽ എന്തിനാ ഫോർമാലിറ്റീസ്? അല്ല അത് ശരിയാ. നെടുമുടി വീഴ്ത്തി കൈമളങ്ങൾ വന്നു. അയാള് പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് പോയതല്ലേ? എന്താ കാര്യം? ഒന്നുമില്ല. ഒന്നും ഇല്ലാന്നൊന്നുമില്ല. 20,000 രൂപയുണ്ട്. അപ്പൊ ഞാൻ ബാങ്ക് വരെ പോയി ഡീറ്റെയിൽ അയച്ചിട്ട് ഉടനെ വന്നേക്കാം. കൈമളങ്ങൾ വന്നിട്ട് പോരെ? കൈമളങ്ങള് വരുന്നവരെ കാത്തിരുന്നാല് ബാങ്ക് അടച്ചു പോയാൽ കല്യാണം. വേഗം ചെന്ന് പണം അയക്കും. ഞാൻ പോട്ടെ. അങ്കിൾ
വിഷ്ണുവിന്റെ അമ്മാവന് കുറച്ച് കാശ് അയക്കണമെന്ന് പറഞ്ഞ് എഴുത്തു വന്നു അത്രേ. ഞാനത് കൊടുത്തു. ഞാൻ ബാങ്കിൽ പോയി തീറ്റി അയച്ചിട്ടുള്ള വന്നേക്കാം. എന്താ എന്താടോ? ഇതാ ഞാൻ പറഞ്ഞത്. യോജിച്ചിട്ടാണ്. ഇത് ഞാനും വായിച്ചതാണല്ലോ. തനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പടം ഞാനും കഴിച്ചു. അഡ്രസ് പുള്ളിക്ക് അഡ്രസ് എഴുത്തുണ്ടായിരുന്നല്ലേ? അതെ, അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് നമ്പർ എഴുത്തുണ്ടായിരുന്നല്ലോ. അപ്പൊ പണം അങ്ങ് എത്തുമല്ലേ? ഈ കൈമളൊരു വല്ലാത്ത ആള് തന്നെ അല്ലേ? അല്ലാത്തതെന്നല്ല പറയേണ്ടത്. എന്തായാലും വിഷ്ണുവിന് സമാധാനമായല്ലോ അല്ലേ? ഒറ്റപ്പണി കാണിച്ചോണ്ടല്ലോ അടിക്കും. കാരണം കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ. എനിക്ക് അങ്ങനെ മോഹമുണ്ട്, മനസ്സിലായോ? தரான்னு சொல்றாங்க பொறுமையா வாங்கிட்டு போனது என்னது? காசு. ஏய் அவன் திருடன்டா. அவன் எப்படி திருப்பி தருவான்? ஒரு நாள் இருந்தாலே குத்துருவாங்கல்ல. 5 നാൾ. എല്ലാം ഒരു എമർജൻസി എന്റെ മോനൊരു പാഞ്ചെറുക്കന. കയ്യിലിരിപ്പ് മുഴുവൻ പോക്കരുത്തരമാ. തിന്ന ചോറിന് തന്നി ഉള്ളതുകൊണ്ട് പറയാ. ചേട്ടനോടൊന്നും അത് പറയാൻ വേണ്ടിയാ അവൻ ആ വാതിക്ക് ചെന്ന് നിന്നത്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ആ എന്റെ മോളെയും വിഷ്ണുവിനെയും നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ച് ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. അയ്യോ, കല്യാണിന്റെ മോളെ പോലെയാ. ഇവളെ പോലെയാ. അമ്മാമ്മയ്ക്ക് ഇവിടെ നടക്കുന്ന ഒന്നും അറിയില്ല. ഞങ്ങൾ ദിവസം കേൾക്കുന്നതാ. ഇന്ന് രാത്രിയില് അവര് മുറിക്കുള്ളി കയറിയ ശേഷം ചേട്ടാ ആ വാതിക്ക് ചെന്ന് നിൽക്ക്. അപ്പൊ കേക്കാം അവിടെ നടക്കുന്ന പൂരം. എന്നിട്ട് ഞങ്ങളെ വിശ്വസിച്ചാ മതി. ഒന്ന് വേഗം വരുന്നുണ്ടോ? തനിക്ക് എന്താടോ വട്ടുണ്ടോ? അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. ഗുഡ് ഫോർ നത്തിങ് മങ്കി. എന്താ എന്താ പ്രശ്നം? അല്ല, ഇവള് സാറിന്റെ പേര് ഓരോന്നായിട്ട് വിളിച്ചു കൂവുന്നു. ഇഡിയറ്റ്, ഫൂൾ, മങ്കി, പിന്നെന്താ? അതേടാ, ഞാൻ അതൊക്കെയാ. അല്ലെ പിന്നെ ചെറ്റ ഏർപ്പാടേം ചെയ്യൂലായിരുന്നല്ലോ. നീ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇനി എന്ത് ചെയ്യണേലും എക്സ്ട്രാ കാശ് വേറെ തരണം. തരാം. 1 ലക്ഷം രൂപ റെഡി കാശ് കൈ തരാം. തമാശ പറയണ്ട. തമാശ അല്ല, സത്യം. സത്യം. വെറുതെ മോഹിപ്പിക്കരുത്. ഇല്ല. എന്നാ പറ. ആ കൈ കൊടുത്തിട്ട് കൊല്ല. ഇപ്പഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. നിന്റെ സുഖത്തിന് വേണ്ടി അല്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ആ മനുഷ്യനുള്ള സ്നേഹം കൊണ്ടാ. അദ്ദേഹത്തിന് കണ്ണിൽ കാണാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. ഇത്ര ചാടാൻ ഇപ്പൊ ഇവിടെ എന്തോ ഉണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിലുള്ള ഉടക്കൊക്കെ അങ്ങനെ അറിഞ്ഞു. ആ വീപ്പക്കുറ്റി തള്ളയും കൂടെ എല്ലാം ചെന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ ഭാഗ്യം കൊണ്ട് ഞാനത് കേട്ടു. രാത്രി ചെക്കിംഗ് ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ സൗണ്ട് കൊടുക്കുന്നു. ഞാൻ എത്ര ഭാഗ്യം നിന്നെ. എന്റെ ഡാഡിക്ക് പോലും ഏട്ടനെ എന്തിഷ്ടമാണെന്നോ. മോളെ, ഇത്രയും നല്ലവനായ ഒരു ഡാഡിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എല്ലാം കൊണ്ടും ഞാൻ ഭാഗ്യവതിയാണ്. നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ? അയ്യേ, ഇപ്പൊ വേണ്ട. നിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കാൻ ഞാൻ എന്ത് പൂർവ്വജന്മ സുഹൃതമാണ് ചെയ്തത്. എല്ലാം എന്റെ ഭാഗ്യമാണ് ഏട്ടാ. വളരെ രാത്രി നമുക്ക് ഉറങ്ങാം. അണ്ണൻ എന്തായി പറയുന്നത്? അവര് തമ്മിൽ ഒരു രസക്കുറവില്ല. പിന്നെ ചട്ടിയും ആവുമ്പോ തട്ടിയും മുട്ടൊക്കെ ഇരിക്കും. അത്ര കാര്യമാക്കാനുണ്ടോ? അതല്ല, ചില അഡ്ജസ്റ്റ്മെന്റ് അവരെന്റെ മുന്നിൽ ചെയ്യുന്നില്ലേ എന്ന് എനിക്കൊരു സംശയം. അവൻ നല്ല പയ്യനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അതല്ല കൈമളെ, സ്നേഹമുള്ളിടത്തെ ഇണക്കവും പിണക്കവും പരിഭവവും ഒക്കെ ഉണ്ടാവും. പിന്നെ അണ്ണൻ അടുത്തുള്ളപ്പോ അവര് ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം. അതെന്താ? അണ്ണന്റെ മുമ്പ് വെച്ച് കെട്ടിപ്പിടിക്കാനും ഡാൻസ് ചെയ്യാനും അണ്ണന് സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു. അവര് പുറത്തു പോകുമ്പോ അവരറിയാതെ പുറകെ പോയാൽ മതി. അണ്ണാ സിനിമയെ കാണുന്ന മാതിരിയാ. ആട്ടവും പാട്ടും കൂത്തും കൊഞ്ചലും കുഴയലും നമുക്ക് തന്നെ നാണാവും. അന്ന് കാണും. എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചുതരാം. அந்த பெசில் ஜோசப் ரீல்ஸ் ஒன்று வந்திருக்கு. நீ எக்ஸ்பெக்ட் பண்ணல. അങ്കിൾ, ഊണ് കാലായി. വരൂ. ആ കഴുതേ കൂടെ വിളിച്ചോ. ഊണിന് മുമ്പ് ഒരു സ്മാൾ കഴിക്കുന്നു.
appetizer. നമുക്കിടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. சொன்னாலும் நீ சொல்லக்கூடாது. വേണ്ട. ഗുഡ് മാമനാർ. ഇതെന്താ ഇത്രയും ചോറ്? ഇപ്പൊ തന്നെ തടി അല്പം കൂടുതൽ. കൊളസ്ട്രോളിന്റെ ടെൻഡൻസി ഉള്ള ദേഹമാണെന്ന് ഡോക്ടർ അന്ന് പറഞ്ഞില്ലേ? ഏത് ഡോക്ടർ? എപ്പോ പറഞ്ഞു? ഒന്നും പറയണ്ട. 1 മാസത്തേക്ക് ഡയറ്റ് നന്നായിട്ട് നോക്കണം. വിഷ്ണുവിന് വല്ലതും പറ്റിയാല് അല്ല ഏട്ടൻ അഞ്ചാമത് നൈറ്റ് ആയത്. ഏട്ടന് വല്ലതും പറ്റിയാല് എനിക്ക് വിഷമമുണ്ട്. ഇത്രയും ചോറ് കഴിച്ച് എങ്ങനെയാ ജീവിക്കുക? ഡാഡി ഒന്ന് വെറുതെ ഇരുന്നേ. ഡാഡിയാണ് ഈ ഏട്ടനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്. എന്റെ ഭർത്താവിന്റെ ആരോഗ്യല്ലേ എനിക്ക് നോക്കിയല്ലേ പറ്റൂ. വിശക്കൂലേ മോളെ, പട്ടിണി കിടന്ന് ചത്തുപോകും. പട്ടിണി കിടക്കാതിരിക്കാനേ ഒന്നാന്തരം വൈറ്റമിൻസ് ഉള്ള ജ്യൂസ് ഉണ്ട്. എന്നാ അത് കൊണ്ടുവാ. അവള് സ്നേഹമുള്ളവളാ. സ്നേഹമുള്ള കൈകൊണ്ട് ഇത് തന്നാലും അത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാ. She is my daughter. അതെ അതെ, എനിക്ക് ഈ ചോറിനെക്കാട്ടിലും ഇഷ്ടം വൈറ്റമിൻ ഈ ജ്യൂസ്. നല്ല ഒന്നാന്തരം വിറ്റമിൻ ജ്യൂസാ. 10 വലിയ പാവയ്ക്ക പിഴിഞ്ഞുണ്ടാക്കിയതാ. അയ്യേ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ. അവർക്കും പോകാം. ഓർമ്മയുണ്ടല്ലോ അങ്കിൾ? അവർക്കും ആ, പുല്ലിട്ടാ. yes, yes. എപ്പോ? അന്ന്. എനിക്കൊന്നും വേണ്ട. അയ്യേ, എനിക്ക് No, you should drink. This is food as well as medicine. കുടിക്കാൻ പറയൂ ഡാഡി. കുടിച്ചോളൂ വിഷ്ണു. വിഷമൊന്നും അല്ലല്ലോ. നീ കുറെ കിളവാ. നീ തന്റെ ഹാർട്ട് അറ്റാക്ക് കയ്പുണ്ടല്ലേ? കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാല് കുടിച്ചിട്ട് കിടന്നാ കയ്പ് മാറി കിട്ടും. ഒരു നുള്ളു പഞ്ച വായിലിട്ടാ മതി. இதுக்கு மேல பேசினா மூஞ்சி സൈലന്റ് ആയിട്ട്. നീ എന്നെ പട്ടിണിക്കിടാന്ന് വിചാരിച്ചല്ലേ? നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മാനത്ത് കാണും. ഗതികേട്ടിന് എനിക്ക് കുറച്ച് കാശിന് ആവശ്യമായിട്ട് അതിന് വേറെ വല്ല വഴിയും കണ്ടിരുന്നെങ്കിലേ ഞാൻ നിന്നെയും ആ കൈമളുണ്ടല്ലോ അവനെയും കൊണ്ട് മൂക്കുകൊണ്ട് എന്ന് എഴുതിപ്പിച്ചേനെ. അറിയാടി, காசு எதுக்குன்னு தெரிஞ்சவன எமோஷனல் ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കാൻ ஆமா அதேதான். എന്റെ പൊന്നെ, அவங்க அப்பா இப்ப சாவ போறாரு. പഞ്ചാര കട്ടി പോയി ചേട്ടന് പാല് വാങ്ങിച്ചോട്ടോ. ചെല്ലേ, ഉറങ്ങിയില്ലേ? പറയാൻ പോവാ മോനെ. പോയി കിടന്ന് ഉറങ്ങണം. ചേട്ടന് പാല് அவன் குச்சிரோங்க. പാലിന് നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ. നോക്കട്ടെ. சுகர்னா பஞ்சசார். നല്ലോണം ഇട്ടിട്ടുണ്ട്. കിടന്നോ. വിശപ്പുണ്ടെങ്കിലേ വേഗം ഉറക്കം വരും. നീ ചെവിക്കുന്നുള്ളിക്കോ. ഈ പാല് കുടിച്ചതിന് നിന്നെ കൊണ്ട് ഇരട്ടി പണി ഞാൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് വിഷ്ണു എന്നല്ല. എന്താടോ ഇരിക്കുന്നോ? എന്താ വിഷ്ണു, കാര്യം പറയൂ. யாராவது நாள் அது അവര് മാനേജ് പറയട്ടെ പண்றது. എന്ന് ചോദിച്ചാ എന്തായാലും ഞാൻ പറയാൻ പോവാ. അതായത് ഞാൻ என்ன சொல்ல போறான்னு നാലാമത്തെ മകനാണ്. ബാക്കി 3 പേരും പ്രസവിച്ച ഉടനെ മരിച്ചുപോയി. അപ്പൊ ഒരു വലിയ കണിയാനെ കൊണ്ടുവന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ അമ്മയുടെ ദേഹത്തൊരു ബാധ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാധയെ ഒഴിവാക്കാൻ വേണ്ടി പിന്നെ കാലത്ത് അമ്മ ദിവസം കുളിച്ച് ഈറനുടുത്ത് ഒരു ദേവീ ക്ഷേത്രത്തിൽ പോയി ശയന പ്രദക്ഷിണം നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അല്ല, അങ്കിളിന് അറിയാമല്ലോ അല്ലേ? അതെ. അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ ഭാര്യയ്ക്കും ഈ ബാധ കയറും, അതുകൊണ്ട് നീ അവളെ കൊണ്ടും ശയന പ്രദക്ഷിണം പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ കുഞ്ഞ് ചാപിള്ളയായി പോകുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും ഡാഡി? അവളെ ഉരുട്ടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എന്ന് പറഞ്ഞു പറ്റുമോ? കുഞ്ഞു ചാപിള്ളയായാലോ? പക്ഷെ രാവിലെ എണീറ്റ് കുളിച്ച് ഈറിനൊടുത്ത് പാവം വേണ്ടല്ലേ? കുഞ്ഞ് ചാപിള്ളയായാലും കുഴപ്പമില്ല അല്ലേ? അത് പറ്റില്ല. മരിക്കും മുമ്പ് എന്നെ അപ്പൂപ്പാന്ന് വിളിക്കാൻ കുഞ്ഞു വേണം. ഞാൻ അവരോട് പറയാം. ഇതൊക്കെ പഴഞ്ചൻ വിശ്വാസങ്ങളല്ല. വിശ്വാസങ്ങൾ എപ്പോഴും വിശ്വാസമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം എനിക്ക് വലിയ വിശ്വാസം. എന്നാ ഡാഡി അവളോടൊന്ന് പറഞ്ഞാ ഞാൻ പറയാം. என்ன பண்ணுறது? காலையில காலையில குளிச்சிட்டு பச்சை தண்ணி குளிச்சு அங்க பிரதேசம் போகணும். എന്താ ഈ പറയുന്നത്? ഇതൊക്കെ വെറുതെ വെറുതെ ഒന്നുമല്ല, ഇതിലൊക്കെ കാര്യമുണ്ട്. എനിക്കൊരു കൊച്ചുമോനോ മോളോ ഉണ്ടാകുന്നത് ചാപിള്ളയാവാൻ ഞാൻ സമ്മതിക്കില്ല. ഡാഡി. ഞാൻ പറയുന്നത് അനുസരിച്ച്. അങ്കിൾ, ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി പോയി. നീ ഒട്ടും മോശം. എപ്പോ നോക്കിയാലും ബന്ധപ്പെട്ടുകളെ കൊണ്ട് കടുപടി കൂട്ടി. ഈശ്വര, ഏത് നേരത്തെ എന്നെ കൊണ്ട് ബുദ്ധി ചോദിപ്പിച്ചത്. അങ്കിൾ, ഇതിന്ന് ഒന്ന് രക്ഷിക്കണം. அடி கொஞ்சம் லேட் ஆயிடுச்சு. ഹരിഹര സുതനേ, പാല് കുടിച്ചാൽ
പാല് കുടിച്ചാൽ പാല് കുടിച്ചാൽ അതെ പുലിപ്പുറത്താണല്ലോ അയ്യപ്പൻ ഈ പാല് വാങ്ങിക്കാനായിട്ട് ഈ കാട്ടിക്കൂടെ സ്വാമിയെ ശരണയ്യപ്പോ സ്വാമിയേ ശരണയ്യപ്പോ അല്ല ഈ അയ്യപ്പന്റെ കഥയിൽ കുറെ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അണ്ണൻ അമേരിക്കയിലായിരുന്നുകൊണ്ട് അതിനെ പറ്റിയുള്ള ഒരു ശരണയ്യപ്പോ ഹരിഹര സുതനേ വീരമണി കണ്ഠനേ വീരരേ ஐயப்ப கோயில அப்புறம் ஃபீமேல் இது ஆமால ஐயப்ப கோயில ஃபீமேல் இந்த மாதிரிலாம் பண்றாங்க. எவ்வளோ பெரிய சூப்பர்ஸ்டிஷியஸாக இருந்தாலும் அமெரிக்காவில் அவ்வளோ நாள் வந்துட்டா ஒரு கொஞ்ச நாச்சும் யோசிங்க. தம்பி வந்துட்டாடா நீ கேட்டல யாரா வெற்றி கேட்டா നീ എങ്ങനെ ഇവിടെ എത്തി? അണ്ണനെ തപ്പി നടന്ന് എന്നെ വണ്ടിക്കൂലിക്ക് കാശ് ഒരുപാട് പലിശ ഉൾപ്പെടെ വാങ്ങിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അണ്ണ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കല്ലേ കേട്ടോ. അട്ടിക്കുന്ന കാശിന് പാതി തരാമെന്ന് പറഞ്ഞിട്ടാ ഞാൻ ആ വെള്ളത്തിൽ ചാടിയത്. എന്നിട്ട് കിട്ടിയതും കൊണ്ടങ്ങ് മുങ്ങിയല്ലേ. സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി എനിക്ക് വേണം. എടാ സായിപ്പിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയില്ല. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കാശ് തരാതെ ഞാൻ പോണ പ്രശ്നമില്ല. നിന്നോടാ പോകാൻ പറഞ്ഞ കാശ് ഇല്ലേ? പോകത്തില്ലേ? ഇല്ല. എന്നാ കേട്ടോ, സായിപ്പിന്റെ കയ്യിൽ നിന്ന് എനിക്ക് 1,00,000 രൂപയും 15 സ്വർണ്ണ ബിസ്ക്കറ്റും കിട്ടി. അതിൽ നിന്ന് 4 അണ നിനക്ക് തരാൻ എനിക്ക് സൗകര്യമില്ല. വാങ്ങിക്കാമെങ്കിൽ யார் இது கேப் வச்சு சொல்லுது? ഓർമ്മകളൊക്കെ നമുക്കൊന്ന് പൊടിതൂത്ത് നോക്കാൻ വിടോ കൈമളെ. എന്റെ ക്ഷീരസാഗരത്തിലാണ് അവളൊന്ന് വീണത്. താനിപ്പോഴും ഈ പെണ്ണുങ്ങളുടെ കാര്യം ഓർത്തോണ്ട് നടക്കുകയാണോ? ഞാനതൊക്കെ എന്നേ മറന്നു. വിജയലക്ഷ്മിയെ മറന്നു. അവളുടെ ബമ്പർ കൊള്ളാമെന്നെണ്ണം പറഞ്ഞതിന് അവളുടെ ചേട്ടൻ തല്ലാൻ പിടിച്ച ഓർമ്മയുണ്ടോ? മിലിറ്ററി. അന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിലേ ഈ മോന്തർ ഷേപ്പ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കൂലായിരുന്നു. പതുക്കെ പറയാം, കുട്ടിയോട് കേട്ടാലേ. ഓ, കുട്ടികൾ ഇല്ലായിരുന്നു കേൾക്കാൻ രസമുണ്ടായിരുന്നു അല്ലേ? താൻ ആ മൃദംഗം ഒന്ന് ശ്രുതി ചേർത്തേ. ഇങ്ങനെ കൂടിയിട്ട് എത്ര നാളായി. അതെ. தூசி தட்டு வந்துட்டானா காலி டான்ஸ் காதல் கசக்குதையா அது கூட ராகங்கள் 16 யார் அது? அத்திந்தோ சிட்டி மாதிரி இந்த இடத்துல சுதி விலகிருச்சு கல்லுக்கா ஒரு சில்லுக்கா கம்முடா. ആ എന്നാ നോക്കാം. பையன் பிடிச்சிட்டான். നഗുമോ யாரா ഓ காஸ்டியூம் മൂകനല്ലേ ஒரு மாதிரி கலர் നീനാജാലി ஹிருதயம் அது அது ரீமிக்ஸ் பொழுதுடா. நகுமோ ரீவைவல் சர்ப்ரைஸ் ஆகுது இந்த பத்துல. இல்ல இந்த படத்துக்கு எல்லாம் மீம் மெட்டீரியல் வந்துருக்கு. பிரெயின் கொஞ்ச நேரம் ஒர்க் ஆகல. அதுல எடுத்து வரும் ஃபுல்லா அது லைக் டியூன் வரைக்கும் எடுத்துட்டு அதோட ஜானரை மட்டும் சேஞ்ச் பண்ணிருக்காங்க. கிளாசிக் அந்த படத்தோட டீம் நீ தலையாட்டுறத மாதிரி இப்படி பண்ணுவ போலயே. இது வந்து அப்படியே பாடாது. அவர் அந்த நாலு 3 பேரும் முடிஞ்சு. എന്ത് പൊടിയാ ഇവിടൊക്കെ? അസൂയ, കുശുമ്പ, ഏഷണി, കഷണ്ടി എല്ലാം മോന്തി കുടിച്ചിരിക്കുകയാണല്ലേ. നല്ലത് കണ്ടാലും കേട്ടാലും നല്ലതെന്ന് പറയണം. അതാണ് മഹാമനസ്കത. അല്ലാതെ 3 നേരവും ദിവസവും അമ്പലത്തിൽ കിടന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എന്തൊന്നും പറയാത്തത്? എന്റെ മനസ്സത്ര നല്ലതല്ല, ഞാൻ സഹിച്ചു. നീയേ നന്നല്ല, പിന്നല്ലേ നിന്റെ മനസ്സ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. എനിക്ക് ഇത്തിരി കാശ് ആവശ്യമായി പോയി. ഇല്ല നിന്റെ മോനെ ഞാൻ വീട് വായിപ്പിച്ചാണ്. ഇനി അമ്പലക്കള്ളി, നിന്റെ കള്ള ഭക്തി ഒരു ദിവസം ദൈവം കണ്ടുപിടിക്കും. ഭക്ത ഭക്ത. ആ വിഷ്ണു വന്നോ? വിഷ്ണുവിന്റെ ഒരു ബന്ധു വന്നിട്ടുണ്ട്. ബന്ധുവോ? ആ അമ്മാവന്റെ മകൻ രാമകൃഷ്ണൻ. ദാ അവിടെ ഉണ്ട്. ഒരു 50 കുറ്റി പുട്ടൂടെ തിന്ന്. നീയോ? അതെന്താ വിഷ്ണു
സായിപ്പിന്റെ കാര്യം മിണ്ടരുത് മിണ്ടരുത്. എന്താ സാഹിബിന്റെ കാര്യം? അല്ല ഇവര് இவர் எப்படி வீட்டுக்குள்ள வந்து இவர் தான் வீட்டுக்குள்ளே ஒத்துனார் போல. നമ്മുടെ പശു പ്രസവിച്ചോ? പ്ലാട്ടാർന്ന് തരട്ടെ വാ വാ. വരാടാ, നിന്റെ അമ്മ. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കാ, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിന്റെ പകുതി വേണം. അതാ ഞാൻ പറഞ്ഞില്ലേ, ആ സായിപ്പ് ഒരു നക്കിയായിരുന്നു. 4 എണ്ണ പോലും അയാളുടെ കൈ எத்தனை நாள்ல போயிருக்கு? സായിപ്പുമാരെ കുട്ടിയാ? നോക്കില്ല. ഓക്കെ. വല്ല നാട്ടുകാരാണെങ്കിലും ഞാൻ സമ്മതിക്കും. പല്ലായിരുന്നു, പാണ്ട് പിടിച്ച് വെളുത്തിരിക്കായിരുന്നു. അണ്ണന്റെ വേലയൊക്കെ അങ്ങ് കൈ വെച്ചേക്കണ്ണ. കുറഞ്ഞത് ഒരു 10,000 രൂപയെങ്കിലും കിട്ടിക്കാണും. 5000 അല്ല, മാങ്ങ തൊലിയായിരുന്നു. ഇറങ്ങി പോയായിരുന്നു. ഇത് എങ്ങനെ ഒപ്പിച്ചെടുത്തണ്ണ? സുഖിച്ച് കഴിയുവാണല്ലേ? അണ്ണന്റെ സമയം തന്നെ അണ്ണ. നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയെ. എനിക്ക് കിട്ടാനുള്ളത് മുഴുവൻ കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. 200 തികച്ചുണ്ട്. പകുതി എങ്കിലും തരാതെ എന്നെ കരട്ടാനും നോക്കണ്ട. ഇവിടെ നടക്കുന്നത് മുഴുവൻ ഞാൻ വെളിയിൽ നിന്ന് അറിഞ്ഞിട്ടാ വരുന്നത്. എന്റെ അടുത്ത് വേല ഇറക്കല്ലേ? ഞാനും തിരിച്ചിറക്കുവേ. എന്നോട് കൊല്ലേ. അങ്ങനെ പറഞ്ഞ എനിക്ക് കൊല്ലാൻ പറ്റുമോ? ഇവന്റെ കാര്യം ഞാൻ ശരിയായിക്കോളാം. അതിലും വലിയ മാരണമാണല്ലോ ഞാൻ തല വെച്ചിരിക്കുന്നത്. അല്ല, പൊതുവേ ഞാൻ അവനോട് സ്വസ്ഥമായിട്ട് സംസാരിക്കട്ടെ. വിഷ്ണു അപ്രതം അണ്ണാ പിന്നെ ഇനി ഇവനെ വിളക്കാനും കണ്ടാൽ തട്ടിയേ. ശരി യസ്മ. കാശ് തരാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ ഈ കാട്ടാളന്മാരുടെ ഇടയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നേ? നിനക്ക് സായിപ്പിന്റെ കിട്ടിയതിന്റെ പകുതി വേണം അല്ലേ? മേടിച്ചോണ്ടേ പോകൂ. എന്നാ സായിപ്പിന്റെ കിട്ടിയത് വിഷ്ണുവിനല്ല, എനിക്കാ. എന്നാ അതിന്റെ പകുതി പകുതിയാക്കണ്ട, മുഴുവനും മേടിച്ചോ. അയ്യോ, വേറെ നിവൃത്തിയില്ലാത്തോടാ മുപ്പ. அவன் வந்ததால என்ன அந்த ஸ்டோரியில ஒன்றும் இல்லை. இவங்க இந்த 3 முடிச்சு 10 வரவங்க தானே சேர்த்துக்கலன்னு நினைக்கிறேன்டா வீட்டுல. எனக்கு தெரிஞ்ச அந்த சீன் வந்து ஒழுங்கா எடிட் பண்ணலன்னு நினைக்கிறேன். அவரே இவரையும் கிச்சன்ல உட்காந்து இப்படி சாப்பிட்டு ചിലക്കാണ്ട് അവിടെ നിന്ന് വല്ലതും കഴിച്ചോ? അമ്മാമ്മ കാണണ്ട. അവനെ പുറത്താക്കി നീ ഇപ്പൊ പുറത്തായില്ലേ? ഈ താൽക്കാലികമായ പുറത്താകൽ പത്തിയാ സ്ഥിരമായ അകത്താകലിന്റെ മുന്നോടിയാണ്. அந்த அப்பா அப்பா இல்லையா அந்த எப்பா இருந்தாருல? இருந்தாரு. இவர் சாப்பிட்ட அப்படியே ஏஞ்சி போனாரு பின்னாடி தெரியாத மாதிரி. ഇത്തവണ ഞാൻ തന്നെ ജയിക്കും അമ്മേ. എടാ കള്ളാ. അമ്മാമേ 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 ഇവിടെ അമ്മാമ. ஒழுங்கா அவ்வளோ கேர சாப்பிட்டுருவாங்க. ஒருவேளை அவர் தெரியாம வந்து சாப்பிட்டு ஓட்டாரா? எதிர்க்கதான் ஒரே டைனிங் டேபிள் தானே உட்காந்துருந்தாங்க. പഴനിയും കേണിയൊക്കെ പിന്നെ ആദ്യം നീ ആ കളവനെ കണ്ടുപിടിക്കുന്നു. இந்த சிந்தனை அவர் சந்தானம் அஞ்சலி சக்தி லவ் அப்படிதான் முகம் போறது. അമ്മാമയുടെ മരുമകനായി ഇവിടെ വിലസുന്ന ആ കായംകുളം കൊച്ചുണ്ണിയെ പിടിച്ചു. ചെമ്പ് പുറത്ത്. കോപ്പർ ഔട്ട്, കോപ്പർ ഔട്ട്. അവർ കല്യാണം കഴിച്ചിട്ടില്ല. കായംകുളം കൊച്ചുണ്ണി ഒരു തെളിവ്. படம் பேர் இல்ல താലിയില്ല, വിശ്വാസം പോയി. மோகன்லால் இது நிவின் பாலி. நீ பெட்டியும் படுக்க வேலை எடுத்துக்கோ. பொண்ணு கழிச்சு தாலியில இருந்து எல்லாருக்கும் தெரிஞ்சு போச்சு. நான் தப்பரா கிட்ட சொல்ல போறேன். ஆல்மோஸ்ட் தாலி ஆய தந்து சொல்ல வேண்டியது. அதுதான். ഞാൻ പെട്ടെന്ന് അങ്ങനെ വീട് ഉരുണ്ട് കളഞ്ഞോണ്ട് ആ സിംഹം മോളിൽ കൂടെ ചാടിപ്പോയി. അപ്പൊ പിന്നെ അവിടുന്ന് കൂടെ ജീപ്പ് എടുത്തോണ്ട് നേരെ ഹോട്ടലിൽ ചെന്ന് ഞാൻ പഴയൊരു തമാശ പറയാം. ഈ താലി എന്താ ഇങ്ങനെ ഒരു മാല കോർത്തിട്ടൂടെ? അത് പണിയിക്കാൻ കൊടുത്തിട്ടുണ്ട്. വെറുതെ നിങ്ങൾ ഇവിടെ ഉണ്ടോന്ന് നോക്കിയേ ഉള്ളൂ. ഇറക്കിയിട്ടില്ലേ? അമ്മാമയോട് ആത്മാർത്ഥതയും നന്ദിയുള്ള ഒരുത്തനെങ്കിലും ഈ ലോകത്തുണ്ടെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. വാങ്ങുന്ന കാശിനോട് ഒരല്പം കൂറ് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ഷമിക്കണം. 7 பாயிண்ட்ல 2 பாயிண்ட் குஞ்சிச்சுன்னு நினைக்கிறேன். 7 பாயிண்டா? இன்ஸ்டாகிராம்ல பார்த்துருப்பேன். ஹவு டு ஃபாரின் அவருக்கு 7 பாயிண்ட்ல 2 பாயிண்ட் குஞ்சிச்சு. 5 இருக்குது. 9ஆம் நாள் நைட்டு 9000 ரூபாய் சம்பாதிச்சிட்டாரா? இல்ல ஒரு 10,000 தானே கேட்டிருந்தாரு அவரு. 15 நாள் இருக்கணும். அது ஓகே. எடுத்துட்டு போயிட்டு அவங்களுக்கு தருவாங்க. அப்படியே இன்னும் 2 முடிச்சு நீங்களே போடுவாங்க சொல்லுவாங்க. இல்ல அவங்க டயட்ல இருக்காங்கல்ல, அதனால வந்து பரவாயில்ல சாப்பிடு. புடிச்சிட்டாரு. 3வது பாயிண்ட் சாக்ரிஃபைஸ். അയ്യോ വേണ്ട, മതി 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 മതി. കുറച്ചുകൂടി കഴിച്ചൂടെ? അയ്യോ
ഇപ്പൊ തന്നെ വയറ് ടമ്മായി. എന്നാ പാവയ്ക്കാൻ നീര് കൊടുക്ക്. അതെ അതെ അതെ. അയ്യോ വേണ്ട, അതെന്താ? കുറച്ച് ദിവസം കഴിച്ചാ മതിന്നാ. ஓ அது டயட் கட் பண்ணாத ஒரு மீன் கொடுத்துருக்காரா? പറഞ്ഞു மீனா சிக்கன் அது. കൈമളെങ്കിലും சிக்கன் தான், அதுவே இப்பதான் நீ நோட்டீஸ் பண்ணியா? அதை தான் நானும் அவனும் கேட்டோம், எதுக்குற அது சீனு. சீன் கண்டினியூ ஆகலையடா, முடியாத மாதிரி தான் இருந்தது. அதுதான் நெடுவே என்ன கவுண்டமணி பண்ண நீங்க நடுவில் இங்கே போசு இனிமேல இருந்து இவர் போடணுமா? நீங்க தான் நம்ம தம்பரா. என்னடா என்னடா அவர் தான் ஃபர்ஸ்ட் சொன்னாரேடா, இந்த மாதிரி ஒரு ரிச்சுவல் வச்சுட்டு வந்து எங்க லாடா மாத்திட்டு இந்த ரிச்சுவல் வச்சுட்டு எனக்கு கட்டல அப்படியே அந்த சப்டைட்டில் அப்படி நீ சொன்ன ஒரு இது வச்சா அதுதான் அப்பா காலிட்டு நீ அதான் தோணுது. ഈ തറവാടിന്റെ മാനം കാത്തരാ മോനെ. നീ എന്റെ മാനം കാത്തരാ മോനെ. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ അങ്ങ് തട്ടിപ്പോയാലും എനിക്ക് സങ്കടമില്ല. I am the happiest man in the whole world. ഇതുപോലെ ഭാഗ്യം ചെയ്ത ഒരു തന്ത വേറെ എവിടെ ഉണ്ടോ കൈമളെ? ഇതുപോലെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മരുമോൻ വേറെ ഉണ്ടോ? കൈമള കൈമള അങ്ങ് അടിച്ചതിന്റെ ഇത് കണ്ടോ? തലയിലാണോ വിഷ്ണു ഉപയോഗിക്കുന്നത്? എനിക്ക് തലേ മുഖം ഒരുപോലെ. എനിക്ക് ഒരു സംശയം ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത് ജനിച്ചപ്പോഴേ ഇങ്ങനെയായിരുന്നോ? புலி பண்ண ஆரம்பிச்சிருக்கிறது. കാര്യങ്ങൾ ഇത്രയൊക്കെ സ്ഥിതിക്ക് ആ ഒരു സത്യം തുറന്നു പറയാൻ പോവാ. കൈമളങ്ങൾ എന്നോടൊന്നും പറയാം. സത്യം എല്ലാം ഇത്രയും നല്ലവനായ ഒരു പരിശുദ്ധാത്മാവിനോട് സത്യം തുറന്നു പറഞ്ഞു വഞ്ചനയല്ലേ അങ്കിൾ? ഞാൻ അറിയാത്ത എന്ത് കാര്യമാ ഇവിടെ? എന്താ കൈമളെ? അതായത് ചെന്നാ പിന്നെ കരച്ചിലായി. പൂസല്ല, എനിക്ക് സത്യം തുറന്നു പറയണോ? സത്യം സത്യം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യം, ജീവിതമാകുന്ന മിഥ്യ. ആ ലോകമാകുന്ന വാടക വീട്ടിലെ വാടകക്കാരല്ലേ വിഷ്ണു നമ്മളൊക്കെ? അടുത്ത നാൾ ഫ്രൂട്ട്സ് നീ കുടിക്കவே കൂടാ. എനിക്ക് ദിവസം കൂലിയാ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ കൂലി അവനവന് തന്നെ അന്നു കിട്ടിക്കൊണ്ടിരിക്കും. വായിലൊരു കുത്തു കുത്തു. ഇനിയും ഡീസന്റാ. இவங்க எல்லாமே நோட் பண்ணுகிறாங்கல்ல. മൈ ഡിയർ കല്യാണി, എന്റെ കല്യാണി കുട്ടി, പൂമത്തയിൽ കിടന്നുറങ്ങേണ്ട നിനക്ക് ഈ തറ പറ്റിയതല്ല. ഞാനാണ് തറയെ കിടക്കേണ്ടവൻ, ഞാനാണ് തറ. എന്റെ ഹൃദയത്തിലെ സ്നേഹപ്പൂക്കൾ മുഴുവൻ വാരി കളഞ്ഞ മഹാറാണി, ഞാൻ നിനക്ക് വേണ്ടി എന്റെ മെത്ത ഒഴിഞ്ഞു തരുന്നു. You are the light of my loneliness, love of my heart, dew of my desert, tune of my song, cure of my kingdom, and I love you, Kalyani. 3 4 അതെ 4. രാവിലെ എഴുന്നേറ്റ ശേഷം ഞാൻ അവളെ കണ്ടില്ല. വിഷ്ണു, കല്യാണി ഇവിടെ നേരെ ഇത്രയായിട്ട് എണീറ്റില്ലേ? മോളി കണ്ടില്ല. പിന്നെ അവൾ എവിടെ പോയി? വെളിയിൽ പോവുകയാണെങ്കിൽ അവൾ വീട്ടിൽ ആരും പറയാതെ പോവാറില്ല. நான் புஷ்டேன். കല്യാണിയെ കണ്ടോ? ഇല്ല. அதுவா? എല്ലാവരും ഒന്ന് അന്വേഷിച്ചു. அது சொன்ன காலங்கத்துல ஏஞ்சி இங்கே வருதா? இதாதா நம்ம வாயிலிருந்து வர வைக்கிறாங்க எல்லாத்தையும். என்னடா കല്യാണി என்ன பாவம் செஞ்சதுக்கு தட்டினுக்குறாங்களா? என்ன பண்ணாங்கப்பா? உங்க அப்பா ஏமாத்தணும் இல்லையா? என்னடா മോളെ നീ ഇത് ചെയ്തത്? വിഷ്ണുവിനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നെ തന്നെത്താൻ ശിക്ഷിച്ചിട്ടെങ്കിലും വേറെ ഒരു വഴി എനിക്ക് തോന്നിയില്ല. இவ்வளோதான்டா. 5வது பாயிண்ட். அவ்வளோதான், இதுக்கு பாயிண்ட் தேவையில்லை நினைக்கிறேன். இவரும் லவ் பண்ண ஆரம்பிச்சு ஒரே ஸ்டெப்ல 3 பாயிண்ட் தாண்டாங்க. இவ்வளோ இந்த ஸ்டாக் ஷாட்ஸ் மட்டும் எவ்வளோ ஸ்டார்ட் ஆகிடுச்சு இந்த படத்தில். ஸ்டார்டிங் கழுதன்னு கூப்பிட்டுட்டு അങ്കിൾ ഊണ് കാലായി വരൂ. ദേ മറ്റേ கழுத ஆளு. അങ്കിൾ ഊണ് കാലായി വരൂ. ദേ വിഷ്ണുവിനെ കൂടെ വിളിച്ചു. അങ്കിൾ 11வது நாள் எண்ணிந்தா இதுலயே 4 நாள் போயிடுச்சுடா. அதான் இது டேட்ஸ் இதுல சொல்லிட்டாங்க. പറഞ്ഞതില്ലേ
അവരിങ്ങോട്ട് വരാൻ 15 தாண்டி போயிடுச்சுடா. അമ്മ അതിനുള്ള அவ்வளவுதான், இதுக்கப்புறம் தேவையில்ல. அதுக்கு இல்ல, அவரு போகணும்ல ரிட்டர்ன். எதுக்கு போய் என்னது கிளிக்கு போடுறது? அமெரிக்கா கொடுக்குறாங்க. എന്ത് ചെയ്യും? ഛോ, നീ ഇതും കൂടെ யாரு நான் அமெரிக்காவை சொன்னேன். அவர் ഒറ്റയെണ്ണത്തിനെ താമസിപ്പിക്കും. എല്ലാത്തിനെയും പുറത്താക്കും. அவரு யோசிக்கிறாரு நெடுமுடி. വല്ല ரோடி மீச எப்படி இருந்தது? നീ എന്തുവാടാ പറയാൻ கொஞ்சம். പോകുന്നത്? சரி. ചത്തുപോയി. എടോ എന്റെ സഹോദരിക്ക് ഇവന്റെ അത്രയുള്ള 3 മക്കളുണ്ട് അറിയോ? എടോ കൃഷ്ണൻകുട്ടിയാരെ ആളെ വിളിച്ചവർക്ക് അവമാനിക്കരുത്. താനല്ലേ പറഞ്ഞത് തമ്പുരാന്റെ പെങ്ങളാണ് പെണ്ണത്? എന്തോ അത്? അതെ അല്ല ഇതൊരു തമ്പുരാൻ തന്നെ. എന്നാലും മറ്റേ തമ്പുരാൻ ഇവിടെ സുഭദ്രേ ഓ അവര് சொல்லி வச்சிருக்காரா சீனிவாசன்? നിനക്കൊരു കല്യാണം വേണമെന്നുണ്ടോ? ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നവരാ ഈ നിൽക്കുന്നവരൊക്കെ. ദേ ഇതാ പെണ്ണ. മറ്റേ തമ്പുരാൻ. തമ്പുരാനോ യവനോ? എന്താ അസംബന്ധം ഇതൊക്കെ? അയ്യോ ഇത് അസംബന്ധമൊന്നുമല്ല. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഇയാൾ ഇവിടുത്തെ തമ്പുരാനാണെന്നും ഇയാളുടെ സഹോദരിക്ക് അങ്ങ് നിലമ്പൂർ രാജകുടുംബത്തിൽ നിന്ന് കല്യാണാലോചന കൊണ്ടുവരണമെന്നും അതനുസരിച്ചാണ് ഞാൻ ഇവരെ കൊണ്ടുവന്നത്. ഈ തമ്പുരാൻ അമ്മാമ സ്ഥലത്തില്ലാത്തപ്പോ പിന്നെ ഞാൻ തന്നെയാണല്ലോ തമ്പുരാൻ. മേലിൽ ഇതിനകത്ത് കേറിപ്പോരുത്. All of you get out. ആ എന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തേക്ക് ഇറങ്ങണമെന്ന്. തമ്പുരാൻ ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ചേട്ടാ, എനിക്കൊന്നും കേക്കണ്ട. അങ്കിൾ ഇവരെവിടെ പോകും? എനിക്കറിയണ്ട. ഒരു അബദ്ധം പറഞ്ഞു. അത് ആ കുട്ടികളുടെ വിവാഹം നടത്താനല്ലേ? അത് നടത്തി കൊടുക്കേണ്ടത് അങ്കിളിന്റെയും കൂടെ കടമയാണ്. ഞങ്ങൾക്ക് ഇത്രയും സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല. അതിൽ കുറച്ച് ഇവർക്ക് കൊടുത്ത് ആ വിവാഹം നടത്താനുള്ള അനുവാദം അങ്കിൾ എനിക്ക് തരണം. വിഷ്ണു പറഞ്ഞതിലും കാര്യമുണ്ട് അണ്ണാ. பாக்குறாரு என்ன ஒரு கேரக்டர் டெவலப்மெண்ட் பா. நான் மனுஷன். പ്ലീസ്. വിഷ്ണു പറഞ്ഞുകൊണ്ട് ഞാൻ അനുവദിക്കും. വേണ്ട, സ്വമനസാലെ സന്തോഷത്തോടെ സമ്മതിക്കണം. പ്രോമിസ്. കൊട്ടും കുരവയും പന്തലൊന്നും ഇല്ലാതെ ഇത്രയൊക്കെ ആയില്ലേ അങ്കിൾ? അതുകൊണ്ട് എനിക്കിഷ്ടായി. വിഷ്ണു ആരായാലും എന്തായാലും എനിക്കിഷ്ടായി. ஸ்டாப். அதெல்லாம் നിനക്ക് മാത്രം ഇഷ്ടമായോണ്ടായോ? நோட் பண்ணுங்கப்பா. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. എങ്കിൽ എവിടുന്നെങ്കിലും ഒന്ന് കൊണ്ട് നട. വെള്ളം ഒഴിക്കാൻ ആളുണ്ട്. இவ்வளவு சத்தமா பேசுறீங்க. തമാശ കേട്ട മാതിരി. அவங்க தான் வெளிய போயிருக்காருல. മര്യാദയ്ക്ക് എന്റെ കാശ് തരാൻ പറ, അല്ലെങ്കിൽ ഞാൻ പോവാ. ആക്കരുത്. ഈ ഏമ്പക്കത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? ആ, മനസ്സിലായി. അത് തന്നെ പറഞ്ഞത്. എന്റെ കയ്യിൽ ഇപ്പോ 2000 രൂപ എടുക്കാനില്ല. ஆமா. പിന്നെ നുള്ളിപ്പെറുക്കി അവർ 500 രൂപ കാണും. എന്റെ പട്ടിക്ക് വേണം. മര്യാദയ്ക്ക് 2000 രൂപ എന്റെ കയ്യിൽ എണ്ണി തന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതകം. പ്രത്യാഘാതം മേഘം എന്നുള്ളതിന്റെ ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയായി ഈ നാടകത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. തൽക്കാലം പല നന്ദയുണ്ടെന്ന് വിചാരിച്ചേക്കാം. ഇയാള് എല്ലാ ദിവസവും സൂര്യാസ്തമനത്തിന് മുമ്പ് 100ന്റെ 10 ഇന്ത്യൻ കറൻസി നോട്ട് എന്റെ കയ്യിൽ തന്ന് ബോധിപ്പിച്ചുകൊള്ളാം എന്ന് വാക്കാൽ ഉറപ്പ് വന്നിട്ടാ ഞാൻ ഈ നാണം കെട്ട പരിപാടിക്ക് ഇറങ്ങി. ഏതഞ്ഞൂറ്? കുറച്ച് നേരത്തെ പറഞ്ഞ ആ 500 ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇയാളല്ലോ പറഞ്ഞത് കുറെ ഉള്ളി പറയ്ക്ക കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര ആരാ? ഇത്രയും ആയ സ്ഥിതിക്ക് ഉള്ള സത്യം തുറന്നു പറയാലോ. എന്റെ 250 രൂപ കാണും. എന്നാ പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളും ഉണ്ട്. ഞാൻ പോവാന്ന്. അതെ, കുറച്ച് പതുക്കെ പറഞ്ഞാലും കേൾക്കാം. പിന്നെന്താ ഞെട്ടാത്തത്? സാധാരണ ഇത്ര നിസ്സാര കാര്യങ്ങൾക്ക് ഞാൻ ഞെട്ടാറില്ല. ഓഹോ, അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയുന്ന എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത കളി ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. എന്റെ ജീവിതത്തില് ഇത്രയും വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട കൈവള്. പിന്നെ ഞാനെങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടാ ഞാൻ പോകും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത്. കഞ്ഞികൾ ഒരു ചാൻസ് കൂടെ തരാം. 250 എങ്കിൽ 250 ഉറപ്പിക്കുന്നോ? ചോദിക്കുന്നത് എടോ തനിക്ക് നാണമില്ലേടോ? ഇല്ല. ആ അത് തന്നെ. കുറെ എവിടെന്നാ ചോദിച്ചത്? കുറെ മടിയൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. തനി സ്വഭാവം കാണിക്കരുത്. അവനവന്റെ സാധനം മാത്രമേ എടുക്കാവൂ. അവിടെ പരിപാടി പോലെ പലതും കാണും. ഓ
எதுக்கு இந்த சீக்வன்ஸ்? அவரோட இது டெஸ்ட் பண்ணி லவ் பண்றாரா இல்லையா, இந்த பொண்ணு மறுபடியும் ஏமாந்துச்சு காசுக்காக தான். யாருன்னா ஒருத்தர் இதுதான் உண்மையா லவ் பண்ணுங்களாம்பா அந்த பொண்ணு, பாவமா எனக்கே ஒழுதுறம் போயிட்டு இல்லையா பாட்டா டே சுயம்பரமா. டேய் வெள்ளாட்டுக்காரன்ல புழுகுறா, நம்ம தான் ஃபர்ஸ்ட் புழுகுறா. மேரேஜ்ல அந்த இது தூக்கி போடுவாங்க திரும்பி நின்று புக்கேத்ரோவா. என்ன நடக்குதுங்க? 2000 ரூபாய் இல்லை, கொஞ்சம் வெயிட் பண்ண மொத்த சொத்தே ஒன்று தான் போகுது. ഫസ്റ്റില് കൂട്ട് കൊണ്ടുവരാറ് അവര്. ഇത് ആരാണെന്നറിയോ? നിന്റെ Fight ഭാര്യയുടെ പോലും. ഭർത്താവ്. നിന്റെ എല്ലാ കള്ളക്കളികളും പൊളിക്കാനുള്ള എന്റെ തുറുപ്പ് ഗുലാൻ. അമ്മാമയുടെ മുമ്പില് നീ വിഷ്ണുവാണോ പരമശിവനാണോ എന്ന് തെളിയിക്കുന്നത് ഇന്നായിരിക്കും. ഈ തായത്ത് എന്റെ നല്ല ഭംഗിയുണ്ടാവും. ഭാര്യയുടെ ഭർത്താവ് പൊന്നാട്ടിയുടെ പുരുഷൻ. ആ പാവ മനുഷ്യനെ വെറുതെ വിഷമിപ്പിക്കരുത്. அவரு எங்க இப்போ உண்மை தெரிஞ்சு பணத்துக்காக வந்துக்கிறாரு அவரு. இப்போ போயிட்டு இவங்க என்ன சொன்னானோ அந்த எப்படி இருந்தாலும் அந்த பொண்ணு இவரோட வந்து நெடுமுடி வேணும்னு ஓகே சொல்லிட்டாரு. சிம்பிளா இல்லைங்க அவன் யாரையோ கூப்பிட்டு வந்து போய் சொல்றான் அப்படின்னு சொன்னாலே முடிஞ்சிச்சு இல்ல, எதுக்கு சண்டை போட்டுக்கின்னு அடி வாங்கறதுக்குன்னே அளவு எடுத்து எதுக்குறான் வந்து அவ்வளவு தூரம் வந்து அடி வாங்கி ജമ്പ് പോണിയാ. അപ്പൊ താനാണ് എന്റെ മോളെ വിവാഹം ചെയ്യാണ്ടിരുന്നത് അല്ലേ? അതെ അമ്മാമേ, ഇദ്ദേഹത്തിന്റെ സ്ഥാനത്താണ് അവൻ. നിന്നോട് ചോദിച്ചില്ല ഇവനെയാണോ നീ സ്നേഹിച്ചിരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അപ്പോ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്റെ മുമ്പിൽ ഒരു കപട നാടകം കളിക്കായിരുന്നു അല്ലേ? കൈമളെ, താനും ഇവളും കൂടി എന്നോട് കാണിച്ച ഈ കള്ളക്കളി ശരിയാണ് എന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ ചോദിച്ചത്. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രമാണ്. തെറ്റാണ്. അല്ല, ശരിയാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ല ഒരു മരുമോനെ കിട്ടില്ലായിരുന്നു. എന്റെ മോൾക്ക് ഒരു നല്ല ഭർത്താവിനെ കിട്ടില്ലായിരുന്നു. കൊള്ളാടോ ദൈവങ്ങളെ, നിങ്ങൾ എന്നോട് ചെയ്ത ഏറ്റവും വലിയ ഫേവറാണ് എനിക്കും എന്റെ മോക്കും വിഷ്ണുവിനെ തന്നത്. அப்பா விட்டு ட்விஸ்ட் നന്ദി. Now get out. ദൈവം ഇല്ലാന്നൊന്നും പറയരുത്. ജീവിതത്തിൽ എല്ലാ സുഖവും നഷ്ടപ്പെട്ടു എന്ന് കരുതി എനിക്ക് വിഷ്ണുവിന് തന്നത് ഈ അമ്മയാണ്. പ്രാർത്ഥിച്ചോളൂ, നമുക്ക് നല്ലതേ വരൂ. വരൂ, ഒരു പ്രദക്ഷിണം വെച്ചിട്ട് പോവാം. அப்போவே கேன்வாஸ் போட்டுருக்காரு. சொல்லலாம். லெதர் கேன்வாஸ். போலீஸ் என்ன நீ நான் இன்னும் 40 நிமிஷம் இப்படி ஓட்ட போறாங்க யோசிச்சிருந்தேன். வந்துச்சு, ஒரு பிளாட் வந்துச்சு. அது போதும். ஒரு இங்கிலீஷ்காரன் திருடு போலீஸ் கேஸ் குத்துருக்காரு போல. மங்களாபுரம் உங்களுக்கு தானே? മംഗളാപുരം എന്നടാ, அதான் சொன்னாங்க. കടന്നുകളയാമെന്ന് വിചാരിച്ചു അല്ലേടാ? വെരി നൈസ് ടു മീറ്റ് യു. വിഷ്ണു അമ്മാവനെ കുറിച്ച് എപ്പോഴും പറയും. മകൻ ഇവിടെ വന്നിരുന്നു. മകൻ രാമകൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓ ഇംഗ്ലീഷ് ട്യൂഷൻ പറയുന്ന അതെ 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 അതെ. he was a nice boy. நான் ஒன்றும் புரியல. ஏதோ இது மாட்டினர் போல അങ്കിൾ വേട്ടാ, അങ്കിളിന്റെ ഒരു ശീലമായി പോയി. തോക്കും ജീപ്പും എപ്പോഴും ഒരു ഹാബിറ്റ്. யார்ப்பா நீ எது சொன்னோன்னு நம்புற? அந்த பையன் 2 பேரும் தேடி வந்துக்கிறாங்க. இவர் எங்க போனாருன்னு யாருக்கும் தெரியல. ഇനി 5 ദിവസം കൂടിയേ നിനക്ക് ജീവിതത്തിൽ ബാക്കിയുള്ളൂ. 15-ാം തീയതി കാലത്ത് കൃത്യം 5:40 നിന്റെ വധശിക്ഷ നടപ്പാക്കും. ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഈ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള മടി കൊണ്ടുവല്ല. 4 ദിവസം, 4 ദിവസം, 4-ാമത്തെ ദിവസം 14-ാം തീയതി അദ്ദേഹം തിരിച്ചു പോകും. അതുവരെ മാത്രം. ഐ ആം സസ്പെൻഡഡ് ബിക്കോസ് ഓഫ് യു. അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാ ഒരു കുറ്റവാളിക്ക് കൂട്ട് സൂപ്രണ്ടായിരുന്ന ഒരു ജയിലിൽ നിന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെട്ടിട്ടില്ല. നീയും രക്ഷപ്പെടില്ല. கரெக்டா 4 நாள் தான் இருக்கு 14th. അതാ എനിക്ക് പറ്റിയ തെറ്റ്. டேய் எப்பயோ அது முஞ்சி அந்த சீன் 20ஆவது நாளே தாண்டி போயிட்டு. அது இல்லடா, இப்ப இவர் சொன்னாரு കാശുണ്ടാക്കാൻ 4 நாள் இருங்க நான் இது முடிச்சிட்டு வந்துடுறேன்.
പടത്തിൽ പടം 14 തീയതി. ഓ ഈ അവസാന ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞാൽ അദ്ദേഹം ആകെ തകർന്നു. മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാറിനെ അനുവദിക്കണം. സാറിനെ വിശ്വസിക്കണം. സത്യം, ഞാൻ വരാം. നിന്റെ എല്ലാ കഥകളും അറിയാവുന്ന ഞാൻ നിന്നെ അവിശ്വസിക്കുന്നില്ല. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കേണ്ടത് ഒരു ജയിൽ സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയാണ്. ഒരു നല്ല ഉദ്ദേശത്തിനായതുകൊണ്ട് ഞാനത് അനുവദിക്കും. പക്ഷേ ഈ 4 ദിവസം എന്റെ സമ്മതമില്ലാതെ ഈ വീട് വിട്ടിറങ്ങാൻ നിനക്ക് അനുവാദമില്ല. എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കണം. സമ്മതിച്ചു സാർ, എല്ലാം ഞാൻ സമ്മതിച്ചു. கொலை பண்ணிட்டு அப்புறம் ஸ்ரீகாந்த் ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ്റെ ഡാൻസ് സ്കൂൾ ഒരു മാഗസീൻ്റെ മുഖചിത്രത്തിന് വേണ്ടി കുറേ ചിത്രങ്ങൾ എടുക്കാനാണ് ഞാൻ പോയത്. അവിടെ വെച്ചാണ് ഞാൻ രേവതിയെ ആദ്യമായി കണ്ടത്. അവളുടെ ചിത്രങ്ങൾ എൻ്റെ ക്യാമറയിലല്ല, എൻ്റെ കണ്ണുകളിൽ. கல்யாணி பேசுகிறாங்க அம்மா அது എൻ്റെ മനസ്സിൽ அந்த ரீல்ஸில் பார்த்த மாதிரி இருக்குது. அந்த கல்யாணி மியூசிக் பார்த்து எங்கள் அம்மா பார்த்துருக்கீங்களான்னு சொல்லுங்க. ഹംസ അല്ല, ഹംസം. നളചരിതത്തിലെ ഹംസം ഈ ദൂതുമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അതുപോലെ ഒരു ഹംസമായിട്ട് നീ മാറും. എന്നിട്ട് എന്റെ ഈ ദൂതുമായി നീ ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിൽ പറന്ന്, എന്നിട്ട് ഈ ദൂത് അവളുടെ കയ്യിൽ കൊടുക്കണം. എന്റെ ഹംസത്തിന് തൊള്ള നിറച്ച് ഞാൻ കള്ളു വാങ്ങിച്ചു തരും. ചുരുക്കത്തിൽ പറഞ്ഞ അസലായിട്ടുണ്ടല്ലേ? ഞാൻ സ്വപ്നം കണ്ടിരുന്ന എന്റെ ഡ്രീം ഗേളിന്റെ മുഖത്തിന് ഇതേ ഛായയായിരുന്നു. ഹലോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോണം. എന്താ ഇത്ര വലിയ സീരിയസ്? ഇങ്ങനെ ചങ്കി കുത്തുന്ന തരത്തിലങ്ങ് പോയാലോ? ദേ വളച്ചു കെട്ടുന്നൊന്നുമില്ല. എന്നെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറ, തന്നെ ഞാൻ കെട്ടിക്കോളാം. ശരി, തനിക്ക് വിരോധമില്ലെന്ന് പറഞ്ഞാൽ മതി. എന്താ കൊച്ചേ ഇത്? എന്ത് ചോദിച്ചാലും താളം പിടിച്ച് കാണിക്കുക. അല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, തന്നെ കളിയാക്കുകയാണ്. ശരി, തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്ന് താൻ പറ, ഞാൻ പോയിക്കോളാം. ഇതെന്താ ഇത്? രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ നിക്കവിടെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. കുറെ നാളായി ഞാൻ എന്റെ കാലിലെ തൊലിയും കളഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. പെൺപിള്ളേര് വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? നടക്കണോ സ്റ്റേഷനിലേക്ക്? ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ പെണ്ണിന്റെ പിന്നാലെ വായി നോക്കി നടന്നോ? നടക്കണോ സ്റ്റേഷനിലേക്ക്? അങ്ങനെ നടക്കാൻ പറഞ്ഞ അങ്ങനെ നടക്കാവൂ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിന്നാലെ വായി നോക്കി നടന്നാൽ തനിക്ക് എന്താണോ? കല്യാണക്കാര്യം നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പിന്നെ എന്റെ കല്യാണക്കാര്യം ഞാനല്ല, താനാണോ തീരുമാനിക്കുന്നത്? പോലീസിന് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? എനിക്ക് ഉണ്ടടാ കാര്യം. ഞാൻ ആ പെണ്ണിന്റെ തന്തയാടാ. വർമ്മ സാർ പറഞ്ഞതെല്ലാം ശരിയാണോടാ? ശരി കേട്ടോടാ. നിനക്ക് ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ വർമ്മ സാർ എന്ന് വിളിക്കണമെങ്കിൽ എത്രമാത്രം റെസ്പെക്ട് ചെയ്യുന്നു നീ മനസ്സിലാക്കണം. പറടാ. എനിക്ക് അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? ഇഷ്ടമാണെന്നാണല്ലോ അവള് പറഞ്ഞത്. അവളുമായി നിൽക്കുന്നത് ജനലിലൂടെ ഞാൻ കണ്ടു. ആരായിരുന്നു എന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ ഉത്തരം പറഞ്ഞില്ല. പലരും എന്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്തപ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടതായി പറഞ്ഞു. മറ്റൊരു ദിവസം ഞാൻ വന്നപ്പോൾ അവളോടൊപ്പം അവൻ എന്നെ കണ്ടപ്പോൾ എന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. சொல்லியிருந்தாங்களே ஒரு பையன் ஒரு பொண்ணுன்ற மாதிரி. என்னது அந்த போலீஸ்காருக்கு பையன் ஏதோ தப்பு பண்ணிருக்கான் அவங்களுக்கு. நான் மன்மதன் ரேஞ்சி போயிட்டேன். அவங்களால சொல்ல வர முடியாது. ஐயோ இதுதான் மாட்றான். ஐயோ பொண்ணு இன்னும் கொன்ற போறாரா அவரு. ஆள்தான் இப்போ அவங்க அக்கா அப்படின்னு சொல்ல போறாருன்னு நினைக்கிறேன். அவனாச்சும் சொல்ல வேண்டியதானா? அந்த இதுல சொல்லியிருந்தா அந்த சூப்பர் டென்ட் அந்த போலீஸ்கார் சொல்லியிருந்தாரு எல்லாம் வீட்டை தாண்டி போக கூடாதுங்க அப்படின்னு. அதான் பார்த்து எப்படி ஒரு வெளியே എവിടെയാ കൊലപാതകി? തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോയോ? എല്ലാം എനിക്കറിയാം. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാനായിട്ടൊന്നും തുലയ്ക്കുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോ ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അതുകൊണ്ട് ഇതിലൊന്ന് ഒപ്പിടണം.
എന്താ ഇത്? ഇതെന്താക്കണം എന്ന് ഞാൻ പിന്നെ സൗകര്യപൂർവ്വം തീരുമാനിച്ചോളാം. ഒപ്പിടാൻ വിഷമമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഞാൻ അമ്മാമയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് ആ തെണ്ടി ചത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അമ്മാമേ വേണ്ട, ഞാൻ ഒപ്പിടാം. ആ இதுக்கு வந்து அப்புறம் நாடகம் இருக்கு. அதுல எங்க அந்த மாதிரி இருக்காருல்ல? നല്ല അനുസരണയുള്ള പെൺകുട്ടി. നമ്പി അമ്മാരെ വെല്ലുവിളിക്കാൻ കൈമൾമാർ വളർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. തെളിയിക്കാമെങ്കിൽ തെളിയിച്ചോ എന്ന് വീമ്പളക്കിയില്ലേ? ചിലതെല്ലാം ഞാൻ തെളിയിച്ചിട്ടുണ്ട്. എന്താ എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഇനി എന്നെ തൊടാൻ ആരും ധൈര്യപ്പെടില്ല അമ്മേ. അമ്മയ്ക്കറിയോ, അവനൊരു ജയിൽ ചാടിയ കൊലപാതകയാണ്. അവനെ കൊല്ലാൻ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ മീശക്കാരൻ ഇവിടെ വന്നിരിക്കുന്നത്. അമ്മാമ പോകുന്നത് വരെയുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇത് അമ്മാമയോട് പറയും എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിൽ ഒപ്പിട്ട് വാങ്ങിയത്. വേണ്ട മോനെ, അവനെ ദ്രോഹിച്ചിട്ടുള്ളത് ഒന്നും നമുക്ക് വേണ്ട. വേണം. തായത്ത് കെട്ടാതെ തമ്പുരാനാവാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടമ്മേ. അമ്മാമയെ കിടിലം കൊള്ളിക്കുന്ന ഒരു സത്യം പോക്കറ്റിലിട്ട് അമ്മാനമാടിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് നിനക്കറിയാമോ? വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് വൈകിട്ട് കുടമിട്ട് ഉടക്കണോ? നീ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളിയാണെന്നുള്ള സത്യം ഞാൻ അമ്മാമയോട് പറയും. ഇല്ല, നീ പറയില്ല. കല്യാണിയുടെ ഭർത്താവിന്റെ വേഷം കെട്ടാൻ இந்த ஹாஸ்டல் பக்கம் நீங்க அணியன்ல இருக்க അതിനപ്പുറം വിഷ്ണുവിനെ കുറിച്ച് ഞാനും ആലോചിച്ചു. വിഷ്ണു ചെയ്ത കുറ്റം തികച്ചും പേഴ്സണലാണത്. ഇപ്പോ അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പക്ഷേ എല്ലാം കൊണ്ട് എന്തിനാണ് അവളെ മോഹിപ്പിച്ചത്? എന്തിനാണ് അവളുടെ ജീവിതം കൂടി തൊലച്ചത്? இந்த படத்துல கேக்குறியா? എനിക്ക് മറുപടിയില്ല. തിലകനൊന്നുമില്ലല്ലോ. ഒരു ജീവിതത്തെ കുറിച്ച് സ്വപ്നം കാണാനുള്ള അവകാശം പോലും ഇല്ലാത്തവനാണ് ഞാൻ. എനിക്കറിയാം. என்ன வச்சிருக்காங்க கிளைமாக்ஸ்ல? பரவாயில்ல, கெஸ் பண்ண வச்சிட்டாங்கல்ல. படம்லாம் வந்து நம்ம ஆல்மோஸ்ட் இது பண்ணிடுவோம், கண்டுபிடிச்சிடுவோம். എല്ലാം അവസാനിക്കും മുമ്പ് ഒരു നല്ല ഒഴിവ് കാലം. വേണ്ട, വിഷ്ണു ഒന്നും പറയരുത്. ഞാൻ ഉറപ്പിച്ചു, വിഷ്ണു ഇവിടുന്ന് പോയാൽ എനിക്കൊരു വിധവയുടെ ജീവിതമേ ഉള്ളൂ. ചിതയുണ്ടെങ്കിൽ കൂടെ ചാടാനും ഞാൻ തയ്യാറാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എന്റെ വിധിയെ പോലും. ഒന്നു മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അച്ഛൻ ഇതൊന്നും അറിയരുത്. അവസാനത്തെ ഒഴിവുകാലത്തിന്റെ കുറെ നല്ല ഓർമ്മകളുമായി അദ്ദേഹം തിരിച്ചു വയ്ക്കട്ടെ. മരിച്ച മനുഷ്യരുടെ ആത്മാക്കൾ ആകാശത്ത് നക്ഷത്രങ്ങളായി ഉദിക്കുന്നു. അവരെ കാണാൻ മോഹിക്കുന്നവര് ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി കാണിക്കും. എന്റെ മോന് മിണ്ടാനായാൽ ഇവന്റെ അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ ഈ കള്ളക്കഥ പറഞ്ഞെങ്കിലും കല്യാണി എന്റെ മോനെ അവന്റെ അച്ഛനെ കാണിച്ചു കൊടുക്കണം. വിഷ്ണു, നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോണ്ട. ജോലിയെല്ലാം രാജിവെച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കഴിയാം. കൈമളെ, ഒരേടിയാ പോறாரு. എനിക്ക് ഞാൻ എന്താടോ തരേണ്ടത്? குழந்தை மேட்டர் தெரியாதுல்ல அவருக்கு. അണ്ണൻ നിറഞ്ഞ മനസ്സോടെ സന്തോഷമായിട്ട് പോകുന്നത്. എന്നാ നിങ്ങൾ എനിക്ക് അവസാനമായി ഒരു സഹായം കൂടി ചെയ്യണം. എന്താ? നമുക്കൊന്ന് കൂടണം. ഇന്ന് രാത്രി ഒരിക്കലും മറക്കാത്ത വിധം നമുക്കൊന്ന് കൂടണം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ஏன்னா அவருக்கு வேலை வேற போயிடுச்சுல அவருக்கு. സാരല്ല. ഇനി എന്നാടോ തന്നെ ഒന്ന് കാണുക. അണ്ണൻ എന്നെ കാണണം തോന്നുമ്പോ വിളിച്ചാ മതി. അപ്പ ഞാൻ പറഞ്ഞതില്ലേ? ശരി, இதுலயும் ஒரு பெட்ஷீட் போட்டு തന്നോട് ഞാൻ യാത്ര പറയുന്നില്ല. ஒவ்வொரு ஜோக்கியாவே இருக்குல்ல. இதுடா ஃபிலிம்ல. ഓക്കെ, அது இவ்வளோ ஷேக் இருந்து நான் பார்த்தது இல்லைன்னா இதுக்கு முன்னாடி நம்ம நிறைய படம் பழைய படம்லாம் பார்த்துக்கிறோம். വരട്ടെ സുഭദ്രേ. ஸ்டெபிலைஸ் பண்ணா சரி. വരട്ടെ തമ്പ്ര. இவ்வளோ போயாடா நம்ம இது பண்ண பார்த்தோம். அவராட்ட இப்ப தம்புறானா? ഞാൻ പോകും. அதான் அந்த அவருக்கு அந்த செயினை ഒരു கொடுத்துட்டாரு. മനസ്സോടെ. വിഷ്ണു, നിന്നെ കിട്ടിയ എന്റെ മോളും ഞാനും ഭാഗ്യം ചെയ്തവരാ. ഇന്നുവരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എനിക്കൊരു മോഹമുണ്ട്, പറഞ്ഞോട്ടെ? പറയൂ. നിങ്ങൾക്കൊരു മോനുണ്ടായ എന്റെ പേരിടണം രാമേന്ദ്രൻ. മോളായ ഭവാനി എന്ന് വിളിക്കണം.
ഇവിടെ അമ്മയുടെ പേരാ. എന്റെ അവശേഷിച്ച ഒരേ ഒരു മോഹം. കല്യാണി, എനിക്കൊരു അപേക്ഷയുണ്ട്. എൻ്റെ മോനെ, അല്ല നിന്റെ മോനെ, നീ രാമേന്ദ്ര എന്ന് വിളിക്കണം. നമ്മുടെ രാമേന്ദ്രനെ നീ പൊന്നുപോലെ വളർത്തണം. കരയണ്ട. ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകുന്നില്ല. നാളെ മുതൽ ആകാശത്തെ ഒരു പുതിയ നക്ഷത്രം ഞാനായിരിക്കും. ഞാൻ അവിടെ നിന്ന് എന്നും നിന്നെ കാണും. വിഷ്ണു, സമയായി, ഞാൻ പോട്ടെ. നാളെ വെളുക്കും വരെ ഓർമ്മിക്കാൻ കുറെ മനോഹരമായ ദിവസങ്ങൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ കല്യാണിക്കുട്ടി. ഫോർമാലിറ്റി ആണോ? അല്ല, നിന്നോട് യാത്ര പറയേണ്ടത് മാത്രം എങ്ങനെയാണ് എനിക്കറിയില്ല കല്യാണിക്കുട്ടി. എനിക്ക് விஷ்ணு கன்ஃபார்மா ஷார்ட் கிளைமேக்ஸ் மினிட்ஸ் இல்லை செகண்ட்ஸ் தான் இருக்குது படம். அப்படியே டிரைவ் ஆஃப் ஆகும்போது டேரக்டர் போய் போட்டுருவாங்க. சேடஸ்ட் எண்டிங் இல்லை, ஆப்டான எண்டிங் தான், கரெக்டு தான். ஏன்னா இப்போ அவர் போயிட்டு நானே நினச்சிருந்தேன், நான் 2 எண்டிங் வந்து மனசில் வச்சுருந்தேன். ஒன்று வந்து அந்த போலீஸ்கார் வந்து உடுப்பா என்னதான் இருந்தாலும் உனக்காக ஒரு லைஃப் தெரியாமல் தானே பண்ணேன், விட்டுருன்னு சொல்லிட்டு போகிறத போயிடலான்னு நினச்சேன். ஆனால் அப்படி சொல்லியிருந்தா அது அகேன்ஸ்ட் லாவ் ஆகிட்டு இருக்கும். ஒரு அக்யூஸ்டை இது விட்டார். இன்னொன்று இதுதான் என் பண்ண அவர் போகிறாரு. நான் தம்பி வந்து அதுவும் நான் யோசிச்சு வச்சிருந்தேன். ஆனா அது பாசிபிள் இருந்திருக்காது. அவர் தான் நெக்ஸ்ட் லைட் ஆகுறாரு. அவர் அதான் சொல்றேன், அவர் புடிச்சிட்ட பிறகு புடிச்சாங்கன்னா இந்த கேஸுக்கு விட்டுருவாங்க, அந்த கேஸுக்கு உரிச்சிருவாங்க. அதான் என் அக்கா வந்து காசு கேட்டேன், நான் கொடுக்கலன்னு கொலை பண்ணிட்டேன் சொல்லுவான்னு நினைச்சேன் நான். ஸோ அது நினைச்சேன். பட் ஆனா இது எனக்கு ரொம்ப கரெக்டா இருந்தது. எப்படி ஜாலியா ஆரம்பிச்சு சோகமா முடிச்சு படம் இருந்தா. ஆனால் ஸ்டார்டிங் சீன் ஜாலியா இருந்தார் அவரு. ஆனா எவ்வளோ வலி இருந்தது. அது காசு எதுக்காகன்ற ஒரு கேள்வி எழுந்துட்டே இருந்ததா. டக்குன்னு சரி எதனா ஒரு ரீசன் இருக்கும் அப்படின்னு. பட் இவர் கொலகாரன். அதனால பிக்சருக்கும் அந்த கரெக்டான ஒரு இது வச்சிருந்தாங்க. அவர் ஃபோட்டோகிராஃபர் சித்திரம் நைஸ் மூவி. கிளாசிக் தான். எனக்கு தெரிஞ்சு நம்ம 90s கூட அங்கங்கே அடி வாங்குது. 80s வந்து ஷார்ப்பாக இருக்கு. எல்லாமே பக்காவாக இருக்குது. அதுவும் இல்லாமல் வந்து எனக்கு தெரிஞ்சு இதுலேருந்து வந்து அந்த நீ சொன்ன சின்ன சின்ன பிட்ஸ்லேருந்து ஒரு சின்லேருந்தே ஒரு படம் அதை வந்து அப்படியே டெவலப் பண்ணி ஒரு ஸ்டோரியாகவே எடுத்துருக்கலாம். அந்த பையனை ஊமையாக அந்த பையனுக்கு காசு தேடி சுற்றுறது, அதே மாதிரி வந்து இவரு இங்கே வர்றது, அந்த ஏமாத்திர ஆக்ட் பண்ணுறது, அது எல்லாமே எடுத்து டெவலப் பண்ணோன்னா ஒரு படமாகவே விட்டுருங்க. அவ்வளோ கண்டென்ட் இருந்தது இதில். பிரியதர்ஷன் அவ்வளோ இது பண்ணியிருக்காரு, ஒர்க் பண்ணியிருக்காரு. ரைட்டர் அவர் தானே? ரைட்டர் அவர் வேறு லெவல். நைஸ். எனக்கு ரொம்ப பிடிச்சது. எனக்கு அந்த ஃபேவரட் பண்ண 2 சாங்ஸ் இருந்தது. ஆமா, ஷாக்கிங். நீ சொன்ன மாதிரி அந்த நகுமோ பாட்டுக்காக ஸ்டார்டிங் ஒரு 30 செகண்டுக்கு மைண்டே ஓடல. என்னடா இது பிளாக் 3 பாட்டு போஸ்டர்ல இருந்திருக்காங்கடா லிசி. நான் அதுல பாக்கும்போது தெரியல. அந்த இப்போ அந்த கிளிய சாங் பாட்டு போட்டு அந்த ரீல்ஸ் அதை பார்த்தா இந்த ஃபேஸை நான் பார்த்துருக்கேன். அப்படிதான் வந்து எனக்கு தெரிஞ்சு படம் வந்து அழகா போச்சு. இது நகுமோ தெரிந்து, அப்புறம் தூரே அந்த இது பெசில் ஜோசப் அந்த இது, அப்புறம் பாடாம்பூத காலமா மோகன்லாலே ஒரு பாட்டு பாடியிருக்காரு. 2 பாட்டு மாறும் பாடியிருக்காரு. 2 பாட்டு மோகன்லால் சிங். ஸோ நல்ல மூவி. எனக்கு கிளாசிக் என்னோட ஃபேவரட்ஸ்ல மூவி வந்துடும். நல்லா இருந்தது. லைக் வந்து சின்ன சின்ன விஷயத்தெல்லாம் எடுத்து எல்லாத்தையும் வந்து 240. ஆனால் ஓகே, நல்லா 2 hours படமாக தான் இருந்துச்சு. அதான் நீ கட்சியில் போன இது சொன்னீங்களே, லாஸ்ட் 2 minutesல தான்டா ஆச்சு, லாஸ்ட் 30 seconds தான் இருக்கு. என்னடா நான் அதான் இவரு ஹாப்பி எண்டிங் தான். நான் ஹாப்பி எண்டிங் தான் நானும் எக்ஸ்பெக்ட் பண்ணேன். நான் வந்து நான் கரெக்டாக ஆப்டாக உட்காந்துச்சு. அது நைஸ். ரொம்ப இப்போ வந்து இது வந்து சிம்பிளாக யாருமே வந்து அந்த டைமில் கேட்டிருக்க மாட்டாங்க. என்னடா இது இல்லாஜிக்கலாக இருக்குது. இப்போ தான் நம்ம சொல்கிறோம் இது நல்லா இருக்காதுடா, இது அகேன்ஸ்ட் ரூல்ஸ், அதெல்லாம் இப்போ சொல்கிறோம். அப்போல்லாம் வந்து என்னடா எங்க ஆளை தூக்கின்னு போயிட்டீங்க, அவருக்கு சாட்டர்டே குத்துறீங்க, சண்டை போட்டிருப்பாங்க. ஆனால் இருந்தாலும் அவர் வச்சிருக்காரு பாரு, இதுதாங்க கரெக்டு. ஆனால் அப்போ சிரிச்சிட்டு தான் போனார். அந்த சிரிச்ச முகத்துக்கு தான் அவ்வளோ இது போடுது. சிரிச்ச முகம். இவர் சொன்னார்ல கமல், இட்ஸ் லைக் எ லைட் ஹவுஸ் அப்படின்னு. ஸோ அதுவும் இல்லாமல் வந்து நல்ல ஒரு துள்ளலாக இருந்தார் படத்தில்.
சும்மா படிக்கட்டு ஏறுறது இறங்குறது பரவாயில்லடா. அந்த ஃபைட் சீன் அப்போ அந்த மேல ஒரு கயிறு ஷாட் சரியா, மேல ஷாட்ல வந்து அவர் அச்சுறாரு, அவர் வந்து கீழே ஊந்துடுறாரு, இவரும் அவரு கூடயே dive பார்த்தேன். அதெல்லாம் ஒரு மாதிரி ஆயிட்டேன் நான். ஏன்னா அது ரொம்ப ஹைட், டைவ் வச்சு அப்படியே சறுக்கின்னு வர்றாரு. அதான் நான் அப்போ எக்ஸ்பெக்ட் பண்ணேன் நான். அதெல்லாம் நெடுமுடிவனுக்கும் நல்ல ஒரு கேரக்டர், ஸ்ரீனிவாசனையும் கரெக்டா அவர் இடத்துல இப்போ வேற யாருன்னா நடிச்சிருந்தானா தெரியல. இல்ல அவரு எல்லாமே கரெக்டா இருக்குடா. அவரு ஒரு ஃப்ரெண்டு கேரக்டர் பண்ணாலும் அவர் கரெக்டா இருக்குது, ஒரு நெகட்டிவ் ரோல் பண்ணாலும் சீனிவாசன் பேசும்போது பாத்தியா எப்பவுமே கையை வந்து இப்படி 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 இப்படிதான் சொல்றது. அதே மாதிரி மோகன்லாலோட பேசும்போதும் இப்படி இப்படி இப்படின்ற ஸ்டைல். அந்த இந்த ஹரிகிருஷ்ணன்ஸ்லயும் அந்த ஒரு எக்ஸ்பிளனேஷன் நீ பாக்கலையா? அதுல இப்படிதான் இருந்துச்சு. நல்லா கரெக்டா இருந்தது. அவர் எல்லா கேரக்டரும் அவருக்கு செட் ஆகுது. குட் கை, பேட் கை, ஒரு நியூட்ரல் எல்லாமே அவருக்கு செட் ஆகுது. என்ன சொல்லுது, ஹீரோயின் கூட வந்து நல்லா இது பண்ணிருந்தாங்க. அவங்க தான் அவங்கள இருந்துதான் படம் ஸ்டார்ட் ஆச்சு. எண்டிங்கும் அவங்க இருந்தா என்ன பாவம் கொஞ்சம் இதுல இருக்காங்க. யாரு எல்லாரையும் ஈஸியா நம்பி லவ் பண்ணிடுறாங்க. அதுவும் இத்தனைக்கும் அவ்வளவு பெரிய பணக்காரங்க வேற அவங்க. அது நல்லா இருந்தது. அதே மாதிரி அந்த இவர் போனதுக்கு அப்புறம் அந்த பாப்பா வந்து என்ன நடக்க போகுது இவரோட நான் யோசிச்சுன்னே இருந்தேன். சரி அந்த பாப்பா அப்படியே விட்டுருவோம். ஏன்னா அவரும் ஃப்ரெண்டும் சொல்லிட்டாரு என்னால ஒரு லெவலுக்கு தாண்டா பண்ண முடியாது. அந்த இது கூடடா அவர் இந்த கர்நாடிக் பாடுறாரு பத்தியா, அவரோட ஒய்ஃப் முன்ன செத்து போன ஒய்ஃப் வந்து பரதநாட்டியம் இவர் வந்து அதுக்காக அப்படியே வீட்லயே ப்ராக்டிஸ் பண்ணியிருப்பார் பொழுது அது டான்ஸுக்கு. அதெல்லாம் கரெக்டாக பண்ணுறது எல்லாமே கரெக்டாக ஃபிட் ஆயிருந்துச்சு மூவியில். அண்ட் எமோஷ்னலி கனெக்ட் ஆச்சு. நல்லா எல்லாமே நல்ல ஒரு மூவி பார்த்து, அருமையான ஒரு என்டர்டெய்னர், நல்ல ஒரு சேடு. இந்த படத்துக்கு அப்புறம் எதான சேட் எண்டிங் மோகன்லால் மூவி அந்த மறந்துடுவார் எல்லாமே. தன்மாத்ரா இதுதான் ஃபர்ஸ்ட். இல்லை நம்ம பார்த்தது இல்லை. நம்ம வந்து இந்த டைம் ஜம்ப் இங்கே அங்கன்னு மாறி போயிடுக்கிறோம். ஆனால் இதுதான் ஏன்னா அந்த டைமில் வந்து ஒரு பெரிய ஸ்டார்டம் வந்து ஒரு எய்தர் வந்து ஒரு ஆக்ஷன் பேக்டு எண்டிங்கு ஆர்எல்ஸ் வந்து ஒரு குட் எண்டிங் அதுதான் எக்ஸ்பெக்ட் பண்ணியிருப்பாங்க. அந்த டைமில் ஒரு பேட் எண்டிங் வந்து சூஸ் பண்ணுறதுக்கு சேட் எண்டிங் வந்து சூஸ் பண்ணுறதுக்கு கொஞ்சம் யோசிப்பாங்க எல்லாருமே. ஆனால் அவர் எடுத்து பண்ணியிருக்காரு, ஒர்க் ஆகும் அப்படின்னு சொல்லி எடுத்து பண்ணியிருக்காரு. ஸோ சித்ரம் வண்டர்ஃபுல் மூவி, குட் சித்ரம். எஸ். ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு கிளாசிக்ஸ் 80s கிளாசிக்ஸ் பார்க்கலாம். அது ஓகே. ஸோ ரெண்டு மூவி பார்ப்பீங்க. அது ஒரு ஜானர், இது ஒரு ஜானர். அதுவும் நல்லா இருந்துச்சு. இது இந்த வீக் வந்து சாட்டிஸ்ஃபை சூப்பராக ஃபுல் மீல்ஸ். ஆமாம், இந்த வாரம் நல்ல இது. ஸோ நம்ம அடுத்த வாரம் ஒரு அருமையான கிளாசிக்ஸ் அண்ட் லேட்டஸ்ட் மூவி தான் பார்க்கலாம். அடுத்தது வர அதாவது சைனிங் ஆஃப்.